നമസ്കാരം. ആ വാളിൽ നിന്ന് ആകാശത്തേക്ക് ഇങ്ങനെ ജ്വലിച്ചു വന്നിരിക്കുന്ന ആ പ്രകാശ ബീമുകൾ വല്ലാത്തൊരു കാഴ്ചയാണ് ആ ഹൂ കുടുംബത്തിന്റെ നിലവറയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഹീമാനും യാനുവയും വാ പൊളിച്ച് നിൽക്കുകയാണ്. ഇത്തരത്തിലൊരു രംഗം കാണാൻ അവരുടെ ജീവിതത്തിൽ ഒരു അവസരം ഉണ്ടാകുമെന്ന് രണ്ടുപേരും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അമ്പരപ്പിക്കുന്ന ആ പ്രകാശ ബീമുകൾ ശരിക്കും യാനുവയോട് ഒരുപാട് കഥ പറയുകയാണ്. 1200 കൊല്ലങ്ങൾക്ക് മുമ്പേ അവരുടെ കുടുംബത്തിൽ പ്രചരിച്ചിരുന്ന കഥയാണ് അവരുടെ മനസ്സിലേക്ക് വന്നത്. ചക്രവർത്തി പുനർജീവിക്കും. അങ്ങനെ ചക്രവർത്തി പുനരവതരിക്കുമ്പോൾ ആകാശത്തേക്ക് ആയുധങ്ങളിൽ നിന്ന് പ്രകാശ ബീമുകൾ സഞ്ചരിക്കുമെന്നാണ് മുത്തശ്ശൻ പറഞ്ഞിരുന്നത്. അവിടെ ഏതോ ഒരു ഗ്രാൻഡ് മുത്തശ്ശനാണ് അത്തരത്തിൽ ഒരു പ്രവചനം നടത്തിയത്. എത്രയോ തലമുറകൾക്ക് മുമ്പാണ് ആ പ്രവചനം ഉണ്ടായത്. ഇപ്പൊ ഇതാ ഈ സമയത്ത് അവൾ ആ കാഴ്ച കാണുകയാണ്. ആ ചിന്ത യാനുവയുടെ മനസ്സിലേക്ക് വന്നതും അവൾ അമ്പരപ്പോടെ നീലിനെയും ആ പ്രകാശ ബീമിനെയും നോക്കുമ്പോൾ നീല് ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. ആ കല്ല് വെച്ചിരുന്ന പ്ലാറ്റ്ഫോമിൽ ഇതുവരെയും പുകയും പ്രകാശവും തീയുമല്ലാതെ വേറൊന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ അതിശക്തമായി ആ കല്ല് ആ ഫർണസിനകത്ത് വെന്ത് ലാവയായി ദ്രാവകമായി മാറിയ സമയത്ത് ആ കല്ലിലുണ്ടായിരുന്ന വാളും അതുപോലെ ദ്രാവകാവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടിരുന്നു. ആ എൻഡർ സംവിധാനം ഒരു ലിക്വിഡായി മാറിയപ്പോൾ നീല് തന്റെ വിരലിന്റെ അകത്തുനിന്ന് ഒരു തുള്ളി രക്തം പൊടിച്ച് ആ ദ്രാവകത്തിലേക്ക് വീഴ്ത്തിയിരുന്നു. അത് യാനുവയും അതുപോലെ ഹീമാനും കണ്ട കാര്യമാണ്. അവര് നിർദ്ദവിഷ്യരായി ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് പിന്നീട് അവരെ അമ്പരപ്പിക്കുന്ന ശൈലിയിൽ മറ്റ് രംഗങ്ങൾ ഉണ്ടായത്. ആ കല്ലിന് ചുറ്റുമായി നീല് പ്രതിഷ്ഠിച്ചിരുന്ന 6 സ്പിരിച്വൽ സ്റ്റോണുകളിൽ നിന്ന് അതിശക്തമായ പ്രകാശം ആ കല്ലിലേക്ക് ഇടിച്ചു കയറുന്നതും ആ കല്ല് ആ പ്രകാശത്തിൽ അങ്ങനെ കുടിക്കുന്നതും ഫർണസിനകത്ത് ലാവ തിളച്ചു മറിയും പോലെ ആ ദ്രാവകം തിളച്ചു മറിയുന്നതും ആ തിളച്ചു മറിയുന്ന ലാവയുടെ മുകളിലായി നീല് 2 കൈയും അങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നതൊക്കെ അവർ കണ്ടിരുന്നു. നീലിന്റെ കയ്യിൽ നിന്ന് ഒരു പ്രകാശം ആ സമയത്ത് ആ ലാവയ്ക്കകത്തേക്ക് വീടുകൊണ്ടേ ഇരിക്കുകയാണ്. എത്രയെങ്കിലും മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ആ ലാവ കുറുകി കൃത്യമായും ഒരു വാളായി മാറി. ആ ഫർണസിനകത്ത് വാളിന്റെ അതേ ഷേപ്പിലുള്ള ആ അച്ചിനകത്ത് രൂപപ്പെട്ട ആ വാള് അത് ഇപ്പോ നീല് കയ്യിൽ ഉയർത്തിപ്പോ നീലിന്റെ കയ്യിലേക്ക് വന്നിരിക്കുകയാണ്. ശരിക്കും ആ അച്ചിൽ നിന്ന് ആ വാള് പറന്നു വന്ന് നീലിന്റെ കയ്യിൽ എത്തിയിരിക്കുകയാണ്. കയ്യിലെത്തിയതോ കറക്റ്റ് നീല് പിടിക്കത്തക്ക ശൈലി, ആ വാളിന് ജീവനുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ശൈലിയിലുള്ള ആ ആക്ഷൻ, ആ കാര്യം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. അതൊരു സ്പിരിച്വൽ സോഡാണെന്നുള്ള കാര്യം. സ്പിരിച്വൽ സോഡ് എന്ന് പറയുമ്പോൾ ആ സോഡിന് അതിൻ്റെതായ ഒരു ആത്മാവ് ഉണ്ടെന്നാണ്, ജീവനുണ്ടെന്നാണ്. അതോടൊപ്പം സ്പിരിച്വൽ എനർജിയും ആ സോഡിനകത്തുണ്ട്. ഒരുപാട് ഊർജം സംഭരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വാളാണ് ഇപ്പോ നീലിന്റെ കയ്യിലിരിക്കുന്നത്. ആ വാളിന്റെ പിടിയിൽ ഒന്ന് മുറുക്കി പിടിച്ച നീല് ഒരു പുഞ്ചിരിയോടെ ആ വാള് കുറച്ചു മാറി അവിടെ ഒറ്റയ്ക്കിരിക്കുന്ന ആ കല്ല് ലക്ഷ്യമാക്കി ഒന്ന് വീശി. നീലിന്റെ കയ്യിലെ ആ വാള കൊണ്ട് നീല് വായു ജസ്റ്റ് ഒന്ന് അനക്കിയതുള്ളൂ. പക്ഷെ ആ നിമിഷത്തിൽ ആ വാളിൽ നിന്ന് ഒരു പ്രകാശം അതിവേഗതയിൽ ആ കല്ലിനെതിരെ പായുകയാണ്. ഹീമാനും അതുപോലെ യാനുവയും ഞെട്ടലോട് കൂടി ആ കാഴ്ച കണ്ടു. നീൽ നിൽക്കുന്നിടത്തുനിന്ന് ഏകദേശം 20 മീറ്റർ ദൂരെ നിൽക്കുന്ന ആ കല്ല് ആ പ്രകാശത്തിൽ തവിട് പൊടിയായി മാറി. നീല് തന്റെ റിസ്റ്റ് കൊണ്ട് ചെറുതായിട്ടൊന്ന് ചലിപ്പിച്ചതുള്ളൂ ആ വാളിൽ നിന്നുണ്ടായ പ്രകാശം ആ കല്ലിനെ ചിതറിപ്പിച്ചിരിക്കുകയാണ്. അൺബിലീവബിളി പവർഫുള്ളായി ആ സോഡ് മാറിയിരിക്കുന്നു. സോൾ ഷാറ്ററിംഗ് സോഡ് എന്നാണ് ആ വാള് ഉണ്ടായ സമയത്ത് ആ വാളിന് അതിന്റെ നിർമ്മാതാവ് നൽകിയ പേര്. ഏതൊരാളുടെയും ആത്മാവിനെ വരെ ഖണ്ഡിച്ചളയാനുള്ള കപ്പാസിറ്റി ആ സോഡിനുണ്ടെന്നാണ് ആ സോഡ് ഉണ്ടാക്കിയ സമയത്ത് ആ സോഡ് ഉണ്ടാക്കിയ വ്യക്തി അന്ന് ഹൂ കുടുംബത്തിൽ പറഞ്ഞത്. യാനുവയുടെ ഏതോ ഒരു മുത്തശ്ശനാണ് ആ വാൾ ഉണ്ടാക്കിയത്. നീല് ആ വാളിന്റെ പേര് ഡ്രാഗൺ സ്ലെയർ സോഡ് എന്ന് മാറ്റിയിരിക്കുകയാണ്. അതിനൊരു പുനർനാമകരണം നടന്നിരിക്കുകയാണ്. ആ ഡ്രാഗൺ സ്ലെയിങ് സോഡിലേക്ക് നോക്കുന്ന നീലിന്റെ മുഖത്ത് വല്ലാത്തൊരു പുഞ്ചിരി വരികയാണ്. 5 ദിവസങ്ങൾക്ക് ശേഷം നീലും ഫെൻ ആരോണും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ട്. ഈ ജേനൻ പ്രൊവിൻസിലെ മാർഷൽസ് അവന്യൂവിൽ വെച്ച് അവർ രണ്ടുപേരും മുഖാമുഖം കാണുമ്പോൾ അതൊരു ജീവൻ വന്ന പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ നീലിന് വിജയിക്കണമെങ്കിൽ നീല് കൂടുതൽ ശക്തി നേടണമെന്നുള്ള കാര്യം നീലിന് അറിയാം. നേരത്തെ അവിടെ ആ ക്ലൗഡ് ലൈക്ക് മാനറിൽ ചാൻ ആവോയുടെ കൊല നടത്തി കഴിഞ്ഞപ്പോ അവിടേക്ക് കയറി വന്ന ഈ ജർമ്മൻ പ്രാവിശ്യയിലെ മാർഷൽസ് ഡിപ്പാർട്ട്മെന്റ് ആ തലവൻ ഫെൻ ആരോണിന് നീലിനേക്കാൾ കുറെ കൂടി ശക്തിയുണ്ട്. നീല് ഈ സ്പിരിച്വൽ എനർജി അല്ലെങ്കിൽ ഇന്റേണൽ എനർജി അല്ലെങ്കിൽ ട്രൂ എനർജി ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിന്റെ 3rd ലെവലിലാണ്.
തേർഡ് ലെവലിന്റെ പാരമ്യത്തിൽ നീൽ എത്തി എന്ന് പറയാം. പക്ഷേ ഫെങ് ആരോൺ അതേ സ്റ്റേജിലെ ഫിഫ്ത് ലെവലിലാണ്. നീലിനേക്കാൾ കറക്റ്റ് 2 ലെവൽ മുകളിലാണ് ഫെങ് ആരോൺ. ഫിഫ്ത് ലെവലിലുള്ള ഒരാൾക്ക് തേർഡ് ലെവലിലെ ആളെ നിഷ്പ്രയാസം തോൽപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഫിഫ്ത് ലെവലുകാരന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാവും ഏത് ഫൈറ്റിലും. അത് നീലിന് അറിയാം. നീല് 5 ദിവസം കഴിഞ്ഞുള്ള ഒരു ഡേറ്റ് ആ ഫൈറ്റിന് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ നീലിന്റെ മനസ്സിൽ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. നീലിപ്പോ തേർഡ് ലെവൽ ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലാണ്. ഈ 5 ദിവസം കൊണ്ട് തനിക്ക് ഫിഫ്ത് ലെവലിലേക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയാൽ നീലും ഫെങ്ങും ഒരേ ലെവലിലാവും. ഒരേ ലെവലിൽ ഈ ഭൂമിയിൽ ഒരാൾക്കും നീലിനെ തോൽപ്പിക്കാനാവില്ല. അത് നീലിന്റെ കോൺഫിഡൻസ് ആണ്. അങ്ങനെ ആ ഒരു ധാരണ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ നീല് ഫെങ് ആരോണുമായി ആ ഫൈറ്റ് 5 ദിവസങ്ങൾക്ക് ശേഷം ഇത് ഫിക്സ് ചെയ്തത്. പക്ഷേ ആ ഫിക്സിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് സാക്ഷാൽ യാനിമ നീലിന് മുന്നിൽ ആ ഓഫർ വെച്ചത്. നീലിന്റെ ആ പൊട്ടിപ്പോയ ബ്രോക്കൺ സോഡിനെ നന്നാക്കാനുള്ള മെറ്റീരിയൽ അവള് കൊടുക്കാമെന്ന് പറയുന്നത് അപ്പോഴാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നീലിപ്പോ ഈ ഹൂ കുടുംബത്തിൽ എത്തിയിരിക്കുന്നതും അവന്റെ ആ ബ്രോക്കൺ സോഡ് നന്നാക്കി ഒറിജിനൽ സോഡാക്കി മാറ്റിയിരിക്കുന്നത്. ഇപ്പൊ നീലിന് തേർഡ് ലെവലിൽ നിന്ന് ഫിഫ്ത് ലെവലിലേക്ക് മാറിയില്ലെങ്കിലും ഈസി ആയിട്ട് ഫെങ്ങിനെ തോൽപ്പിക്കാമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് ആലോചിച്ചപ്പോ നീലിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിയുകയാണ്. നീലിന്റെ ചുണ്ടിൽ ആ പുഞ്ചിരി വിരിഞ്ഞപ്പോ പെട്ടെന്ന് മറ്റൊരു സംഭവം ഉണ്ടായി. ഒരു ശബ്ദം. ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നീല് നോക്കുമ്പോ നീല് കാണുന്നത് ആ ഹീമാൻ മുട്ടുകുത്തി നിൽക്കുന്നതാണ്. മുട്ടുകുത്തി നിൽക്കുന്ന ഹീമാൻ നീലിനെ നോക്കി തൊഴുതുകൊണ്ട് നീലിനോട് പറയുകയാണ്, മാസ്റ്റർ, എന്നെ അങ്ങയുടെ ശിഷ്യനായി അംഗീകരിക്കണം. വളരെ അഹങ്കാരത്തോടു കൂടിയാണ് നേരത്തെ ആ സോഡ് സ്മിത്ത് നീലിനോട് സംസാരിച്ചത്. ഹക്സിയിലെ ഏറ്റവും ശക്തനായ സോഡ് സ്മിത്ത് ആണ് അയാളെന്നും അയാൾ ഒരു ഡിവൈൻ സോഡ് സ്മിത്ത് ആണെന്നൊക്കെ നീലിനോട് അയാൾ പറഞ്ഞിരുന്നു. സ്പിരിച്വൽ എനർജി ഏതെങ്കിലും ആയുധത്തിലേക്ക് സംക്രമിപ്പിക്കണമെങ്കിൽ അയാൾക്ക് മാത്രം പറ്റുമെന്നൊക്കെയാണ് അയാൾ പറഞ്ഞത്. പക്ഷെ അയാളുടെ എല്ലാ അറിവുകളെയും കവച്ചു വെക്കുന്ന ഒരു കാഴ്ചയാണ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് അയാൾ കണ്ടത്. അയാളെക്കാൾ കാതങ്ങൾ അപ്പുറത്താണ് സാക്ഷാൽ നീൽഗ്രി. നീൽഗ്രിയുടെ ആ ഫോർജിംഗ് ടെക്നിക്ക് അയാൾ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്തതാണ്. നീൽ യഥാർത്ഥത്തിൽ ലിയോ ആന്റിന്റെ ആ അറിവിന്റെ ശേഖരത്തിൽ നിന്ന് ശേഖരിച്ചെടുത്ത ആ ഫോർജിംഗ് ടെക്നിക്കാണ് അവിടെ യഥാർത്ഥത്തിൽ ഉപയോഗിച്ചത്. നീലിന്റെ ഒരു തുള്ളി രക്തം അത് ആ വാളിനകത്ത് ഇപ്പോ ഉണ്ട്. ആ ഒരു തുള്ളി രക്തമാണ് ആ വാള് നീലിന്റേതാക്കി മാറ്റിയിരിക്കുന്നത്. നീലിന്റെ ജീവൻ ആ വാളിൽ ഉണ്ടെന്നാണ്. തന്നെ മുന്നിൽ മുട്ടുകുത്തിയിരിക്കുന്ന ആ ഹീമാനെ ഒന്ന് നോക്കിയിട്ട് നീല് തിരിച്ച് ആ പടിക്കെട്ട് നിരുന്നതാണ്. പക്ഷെ പടിക്കെട്ടിന്റെ അടുത്തെത്താറായിരുന്നു നീലിന് ഒരു തളർച്ച. കഴിഞ്ഞ 4 മണിക്കൂർ നീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ വന്ന പോരാട്ടം തന്നെയായിരുന്നു. യഥാർത്ഥത്തിൽ ആ പാറയും അതുപോലെ ആ സോഡും രണ്ടും ദ്രാവകമായി മാറിയ ആ നിമിഷം മുതൽ നീലിന്റെ 2 കൈകളും ആ ദ്രാവകത്തിന്റെ മുകളിലായിരുന്നു. ആ 2 കൈകളിലൂടെയും നീല് തന്റെ ശരീരത്തിലെ ഇന്റേണൽ എനർജി ആ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വാളിലേക്ക് കൊടുക്കുകയായിരുന്നു. ശരിക്കും നീലിന്റെ ആ വിരലുകളിൽ നിന്ന് ആ പ്രകാശം താഴേക്ക് വരുമ്പോൾ താഴെയുള്ള അച്ഛനകത്ത് ആ ദ്രാവകം ഒരു വാളായി രൂപം കൊള്ളുകയാണ്. ആ വാളാക്കി മാറ്റിയത് യഥാർത്ഥത്തിൽ നീലിന്റെ ആ കയ്യിൽ നിന്നുള്ള ആ പ്രകാശമാണ്, ആ ഊർജമാണ് ആ അച്ഛനകത്തുള്ള ബാക്കി എല്ലാ നിർമ്മാണ പ്രവർത്തനത്തെയും ശരിക്കും സ്വാധീനിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തത്. തന്റെ ശരീരത്തിലെ ഇന്റേണൽ എനർജി മുഴുവൻ എടുത്ത് ഉപയോഗിച്ചാണ് നീല് യഥാർത്ഥത്തിൽ ആ വാള് ഉണ്ടാക്കിയത്. നീലിന്റെ ശരീരത്തിലെ സ്പിരിച്വൽ എനർജി തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോ ആ വാളിലുള്ള ഊർജത്തിന്റെ ഒരു അംശം. ബാക്കി സ്പിരിച്വൽ എനർജി ആ കല്ലിൽ നിന്ന് ആ വാളിലേക്ക് വന്നതാണ്. ഓൾറെഡി ആ ബ്രോക്കൺ സോഡിനകത്ത് സ്പിരിച്വൽ എനർജി ഉണ്ടായിരുന്നു. ഇപ്പോ അതെല്ലാം കൂടി ചേർന്ന് വൻതോതിൽ സ്പിരിച്വൽ എനർജി സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ആയുധമായി ആ സോഡ് മാറിയെങ്കിലും ഇവിടെ നീല് ശരിക്കും ക്ഷീണിതനാണ്. തന്റെ ശരീരത്തിലെ ഊർജം മുഴുവൻ പോയ നീലിന്റെ കാല് പെട്ടെന്ന് ഇടറിയതും നീലിനെ തന്റെ ഷോൾഡർ കൊണ്ട് യാനിമ താങ്ങി നിർത്തി. യാനിമ നേരത്തെ തന്നെ നീല് ശ്രദ്ധിക്കുന്നു. നീല് അണിഞ്ഞിരുന്ന ഡ്രസ്സ് ശരിക്കും വിയർപ്പിൽ കുടിച്ചിരിക്കുകയാണ്. ആ ഡ്രസ്സ് ഒന്ന് പിഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു കുടം വെള്ളം കിട്ടും. ആ ശൈലിയില് നീലിന്റെ ദേഹം മുഴുവൻ വിയർപ്പ് കൊണ്ട് കുടിച്ചിരിക്കുന്നത്. ആ നീലിനെ യാനിമ സാവധാനം അവിടെ നിന്ന് ആ സ്റ്റെപ്പുകൾ കയറ്റി മുകളിലേക്ക് കൊണ്ടുപോകും. അവളുടെ ബെഡ്റൂമിലേക്ക് നീലിനെ കയറ്റിയ യാനിമ അതിനുശേഷം ആ ബെഡ്റൂമിലേക്കുള്ള ടൈൽസ് അടച്ചു. അങ്ങനെ ഒരു വാതിൽ അവിടെ ഉണ്ടെന്ന് ആർക്കും തോന്നാത്ത രീതിയിൽ ലോക്കിംഗ് സിസ്റ്റം എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യാനിമ നീലിനെ ആ കിടക്കയിൽ കൊണ്ടുവന്ന് കിടന്നു. കിടക്കയിലേക്ക് നീല് കിടന്നതും നീലിന്റെ കണ്ണുകൾ അടഞ്ഞതും ഒരേ നിമിഷത്തിലാണ്. നീല് ശരിക്കും ക്ഷീണിതനാണ്. ഇവിടെ ഈ രംഗം അങ്ങനെ അരങ്ങേറുമ്പോൾ
ഇതേ ജിയാൻമെൻ സിറ്റിക്കകത്ത് ഒരു കൂറ്റൻ ബിൽഡിങ്ങിലെ ഒരു ടേബിളിന്റെ അപ്പുറത്ത് ഇരിക്കുന്ന മനുഷ്യനെ നോക്കി സാക്ഷാൽ ഹാൻസിക സംസാരിക്കുകയാണ്. ഞാൻ നീൽഗ്രിയെ കണ്ടായിരുന്നു. നീൽ എന്നോട് പറഞ്ഞത് ഇപ്പോ നീൽ തിരക്കിലാണ്, ഫ്രീ ആകുമ്പോ ഇവിടെ വന്ന് ചീഫിനെ കാണാമെന്നാണ്. ഹാൻസിക അത് പറഞ്ഞതും മറുഭാഗത്തിരിക്കുന്ന ആള് ഒന്ന് പുഞ്ചിരിച്ചു. മറുഭാഗത്തിരിക്കുന്നത് ജിയാൻമെൻ സിറ്റിയിലെ ഈ ഷൂമി പാലസിന്റെ ഓപ്പറേഷന്റെ ചുമതല വഹിക്കുന്ന ചീഫ് ലിങ് ഫെങ് ആണ്. ലിങ് ഫെങ് തന്നെ എതിരെ ഇരിക്കുന്ന ഹാൻസികയെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ഹാൻസികയോട് പറഞ്ഞു, ഓക്കെ, ഷൂമി പാലസിന്റെ ഈ പ്രൊവിൻഷ്യൽ ചീഫിനോട് സംസാരിക്കേണ്ട, ഡാഡിയോട് സംസാരിക്കും. യഥാർത്ഥത്തിൽ ലിങ് ഫെങ്ങിന്റെ മകളാണ് ഹാൻസിക. നോക്ക് ഹാൻസിക, എനിക്കറിയാവുന്ന നീല് ഒരിക്കലും ഈ ശൈലിയിൽ ഒരു മറുപടി പറയില്ല. അവന്റെ രക്തത്തിൽ ഒരു ധിക്കാരമുണ്ട്. നീ പറഞ്ഞ മറുപടി ഒരു സാധാരണക്കാരന്റെ മറുപടിയാണ്. ധിക്കാരിയായ നീല് ആ ശൈലിയിൽ എന്തായാലും പറയില്ല. യഥാർത്ഥത്തിൽ നീല് പറഞ്ഞ വാചകം അതുപോലെ നീ പറ. ഹാൻസികയുടെ പിതാവ് അങ്ങനെ പറഞ്ഞതും ഹാൻസിക അവസാനം നീല് പറഞ്ഞ വാചകം അദ്ദേഹത്തോട് പറഞ്ഞു. അച്ഛൻ, നീല് പറഞ്ഞത് അച്ഛന് നീലിനെ കാണണമെങ്കിൽ അച്ഛൻ ചെന്ന് നീലിനെ കാണണമെന്നാണ്. ഷൂമി പാലസിന്റെ ഈ ടെറിറ്ററി തലവൻ കൂടിയായ ലിങ് ഫെങ്ങിന് അത് കേട്ടപ്പോ വളരെ ദേഷ്യം വരികയാണ്. അവൻ അത്ര ധിക്കാരമോ? അവൻ ധിക്കാരിയാണെന്ന് എനിക്കറിയാം, പക്ഷേ ഈ ശരിയിൽ അവൻ ധിക്കാരം കാണിച്ചാൽ അത് അനുവദിക്കാൻ പറ്റില്ലല്ലോ. അച്ഛാ, ഞാൻ പറഞ്ഞല്ലോ നീലിന് വേറെ കുറെ എൻഗേജ്മെന്റ്സ് ഉണ്ട്, അതുകൊണ്ടാ നീൽ അങ്ങനെ പറഞ്ഞത്. ഹാൻസിക, നീ വെറുതെ നീലിനെ സപ്പോർട്ട് ചെയ്യാനൊന്നും നിൽക്കണ്ട. എനിക്ക് നിന്നെ മനസ്സിലാവുന്നു. എന്താ വേണ്ടതെന്ന് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഹാൻസികയും അവളുടെ പിതാവും ഈ ഹാക്സിയിലെ ഏറ്റവും വലിയ അസാസിൻ ഓർഗനൈസേഷന്റെ ഈ ജേർമൻ മേഖലയുടെ ചുമതല വഹിക്കുന്നവരാണ്. ലിങ് ഫെങ്ങിന്റെ കീഴിൽ ഒരുപാട് അസാസിൻസ് ഉണ്ട്. വാടക കൊലയാളികളുടെ ആ ഓർഗനൈസേഷനിൽ ഇഷ്ടംപോലെ ഓർഡറുകൾ വന്നുകൊണ്ടേയിരിക്കും. ആ ഓർഡറുകൾ ജനുവിനാണെന്ന് ബോധ്യപ്പെട്ടാൽ അവര് ആ ഓർഡർ ഏറ്റെടുക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. കൊല്ലുകയും കൊല്ലപ്പെടുകയും ഇത് രണ്ടും ഈ അസോസിയേഷന് ഒരു വിഷയമേ അല്ല. ഷൂമി പാലസിന്റെ ആ ടെറിറ്റോറിയൽ ഹെഡിന് സ്വാഭാവികമായിട്ടും നീലിന്റെ മറുപടി ഇഷ്ടപ്പെട്ടില്ല. അത് അയാളുടെ മുഖഭാവത്തിൽ നിന്ന് നമുക്ക് അറിയാം. എന്തായാലും ഹാൻസിക അവളുടെ അച്ഛനെ തടുപ്പിക്കാൻ കാര്യമായി ശ്രമിക്കുന്നുണ്ട്. ഹാൻസികയുടെ ജീവൻ രക്ഷിച്ച കക്ഷിയാണ് നീൽ. ആ കാര്യം ഹാൻസികയുടെ പിതാവിനും അറിയാം. അതുകൊണ്ടാണ് ഹാൻസിക നീലിന്റെ സപ്പോർട്ടിൽ സംസാരിക്കുമ്പോൾ ടെറിറ്റോറിയൽ ചീഫായിട്ട് പോലും അദ്ദേഹം കൂടുതൽ കടുപ്പിക്കാത്തത്. അവരെങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ സമയം ഇങ്ങനെ കടന്നു പോവുകയാണ്. ഈ സമയത്ത് ക്യാപിറ്റൽ സിറ്റിയിൽ ആ ജിയാൻ കുടുംബത്തിന്റെ തലവൻ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമായി നേരത്തെ കണ്ട ആ പ്രകാശത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് കണ്ടത് അതിശക്തമായ പ്രകാശ ബീമുകളാണ്. ആ ബീം കണ്ട ദിശ ഹാക്സിയുടെ തെക്കാണെന്ന് അവർക്കറിയാം. തെക്ക് ഭാഗത്ത് അതിശക്തമായ ആ ഒരു ഉദയം ചെയ്തിരിക്കുന്നു. ആരായിരിക്കാം അത്? അത് കണ്ടെത്താനായി അവരുടെ കൂട്ടത്തിൽ ഒരാളെ അവർ ചുമതലപ്പെടുത്തി. ആ ആൾക്ക് ഈ പ്രവചനം നടത്താനുള്ള അസാധാരണമായ ഒരു ശേഷിയുണ്ട്. സുഹൃത്തുക്കളെല്ലാം കൂടി നിർബന്ധിച്ചപ്പോൾ അയാൾ ഒരു കളമെല്ലാം തയ്യാറാക്കി. ആ കളത്തിനകത്ത് ചില സാധനങ്ങളൊക്കെ വെച്ചിട്ട് അതിനെ ഒത്തു നടക്കായി ഒരു കോമ്പസ് വെച്ചു. ഒരു പ്രത്യേക രീതിയിലുള്ള കോമ്പസ് ആണ്. ആ കോമ്പസ് ആ കളത്തിന്റെ നടുവിൽ വെച്ച് ആ മനുഷ്യൻ അയാളുടെ വലത് കൈ കോമ്പസിന്റെ മുകളിലേക്ക് കൊണ്ടുപോകും. അയാളുടെ വലത് കൈയിൽ നിന്ന് ഒരു പ്രകാശം ആ കോമ്പസിലേക്ക് വീഴും. അയാളുടെ ട്രൂ എനർജിയെ അയാളുടെ വലത് കൈയിലേക്ക് കേന്ദ്രീകരിച്ചിട്ട് ആ എനർജിയെ ആ കോമ്പസിലേക്ക് കൊടുക്കുകയാണ്. കോമ്പസിലേക്ക് ആ പ്രകാശം വീണത് ആ കോമ്പസ് ചലിച്ചോളെ. ആ കോമ്പസ് ചലിക്കുന്നിടയിൽ കണ്ണുകൾ ഇറുക്കി അടച്ച മനുഷ്യൻ നേരത്തെ ആ പ്രകാശം ആരുടെ പ്രസൻസിനെ സൂചിപ്പിക്കുന്നുവെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലേക്ക് കാണും. പക്ഷെ ഏതാണ്ട് സെക്കൻഡ് കഴിഞ്ഞതും വൻ പൊട്ടിത്തെറി അവിടെ ആ കളത്തിനകത്തുണ്ടായി. ആ കോമ്പസും കളവും പൊട്ടിത്തെറിച്ചതും കോമ്പസിന്റെ തൊട്ടുപുറകിൽ ഇരിക്കുന്ന ആ മനുഷ്യൻ പുറകോട്ടേക്ക് തെറിച്ചു. അയാളുടെ വായ്ക്കുടി രക്തം പുറത്തേക്ക് ഇങ്ങനെ തെറിക്കിച്ചു. ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന അയാളുടെ സുഹൃത്തുക്കളൊക്കെ ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. എന്താ പറ്റിയേ? ആ ചോദ്യം സുഹൃത്തുക്കളൊക്കെ ചോദിച്ചപ്പോ ആ തെറിച്ചുള്ള മനുഷ്യന് അല്പം സമയം വേണ്ടി വന്നു ഒന്ന് ശരിക്കും സ്റ്റഡിയാവും. അയാൾ ശരിക്കും കിതയ്ക്കുന്നു. എന്താ ഉണ്ടായ? വീണ്ടും സുഹൃത്തുക്കൾ ആ ചോദ്യം ചോദിച്ചതും അയാൾ ആ സുഹൃത്തുക്കളെ മാറി മാറി നോക്കിയിട്ട് അവരോടായി പറഞ്ഞു, എനിക്ക് ആ മനുഷ്യൻ ആരാണെന്ന് കണ്ടെത്താൻ പറ്റിയില്ല. എനിക്ക് മാത്രമല്ല സ്വർഗത്തിലുള്ളവർക്ക് പോലും അതിന് കഴിവെന്ന് തോന്നുന്നില്ല. നീ എന്തായി പറഞ്ഞു വരുന്നത്? ദേവന്മാർക്ക് പോലും ആ മനുഷ്യനെ കണ്ടെത്താൻ പറ്റില്ലെന്നാണോ നീ പറയുന്നത്? അതെ, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അത്ര ശക്തനാണ് ആ മനുഷ്യൻ. അത് കേട്ടപ്പോ ശരിക്കും
വല്ലാത്തൊരു കൗതുകവും അമ്പരപ്പും ഞെട്ടലും ഒക്കെ അവിടെ നിൽക്കുന്ന അയാളുടെ സുഹൃത്തുക്കൾക്കുണ്ട്. അയാളുടെ സുഹൃത്തുക്കൾ ശരിക്കും ഈ ഹക്സിയിലെ അതിശക്തരായ ആളുകളാണ്. പലതരത്തിലുള്ള ബന്ധങ്ങളുള്ള ആളുകളാണ് അവിടെ നിൽക്കുന്നത്. ജെ കുടുംബത്തിലെ ആ കാരണവർ വല്ലാത്തൊരു കൗതുകത്തോടെ അങ്ങ് ദൂരെ കിടന്ന ആ പ്രകാശ ദ്വീപിലേക്ക് ഒന്നുകൂടി നോക്കുമ്പോൾ ആ രക്തം ഛർദ്ദിച്ച ആ പ്രവചനം നടത്താൻ തുടങ്ങിയ മനുഷ്യൻ അവരോട് പറഞ്ഞു, എനിക്ക് ആ ആളെ കണ്ടെത്താൻ പറ്റില്ലെങ്കിലും ആ ആള് എവിടെ ഉണ്ടെന്ന് കണ്ടെത്താൻ ഇതിനിടയിൽ കഴിഞ്ഞിട്ടുണ്ട്. എവിടെയാ ആ ആളുള്ളത്? അയാള് ജിയാങ് പ്രൊവിൻസിലാണ് ഉള്ളത്. ഹക്സിന്റെ തെക്ക് ഭാഗത്തുള്ള ആ സ്റ്റേറ്റിനെയാണ് ജിയാങ് പ്രൊവിൻസ് എന്ന് പറയുന്നത്. അവിടെയാണ് ആ പ്രതിഭാശാലി ഉള്ളതെന്ന് കേട്ടപ്പോ എന്തുകൊണ്ടെന്ന് അറിയില്ല, പെട്ടെന്ന് ആ ജിയാങ് കുടുംബത്തിന്റെ ആ കാരണവരുടെ മനസ്സിലേക്ക് ആ പേര് കടന്നു വരികയാണ്, നീൽ ഗ്രീവ്. ഗ്രീവ്സ് കുടുംബത്തിലെ ആദർ ഗ്രീവ്സിനും ജിയാങ് കുടുംബത്തിലെ ജിയാങ് റോഗനുമായി ജനിച്ച നീൽ ഗ്രീവ് എന്ന ആ കൊച്ചു പയ്യന്റെ മുഖം ജിയാങ് കുടുംബത്തിന്റെ ആ കാരണവരുടെ മനസ്സിലേക്ക് കയറി വന്നപ്പോ അയാൾ പെട്ടെന്ന് ആ ഓർമ്മ മാറ്റാൻ ശ്രമിക്കുകയാണ്. അവൻ അത്ര ശക്തനല്ല, അവനെ അന്ന് നമ്മൾ നോക്കിയതാണ്. അവൻ ജനിച്ചു വീണ് അധികം നാൾ കഴിയുമ്പോൾ അവനിൽ സ്പിരിച്വൽ റൂട്ട്സ് ഉണ്ടോ എന്ന് ജിയാങ് കുടുംബം പരിശോധിച്ചിരുന്നു. അവന്റെ ദേഹത്തുള്ളത് സാധാരണ മനുഷ്യന്മാരുടെ നോർമൽ റൂട്ട്സ് ആണ്. ഏതൊരു മാർഷൽ ആർട്ടിസ്റ്റിന്റെ ഞരമ്പുകൾക്ക് ഒരു സ്പിരിച്വൽ പവർ കിട്ടണമെങ്കിൽ ഒരു സ്പിരിച്വൽ പവർ അവരുടെ ആ ഞരമ്പുകൾക്ക് ഉണ്ടാകും. അങ്ങനെ അല്ലാത്ത ആളുകളുടെ ബോഡി ബിൽഡിംഗ് ഒരിക്കലും സ്പിരിച്വൽ എനർജി റിസീവ് ചെയ്യുന്ന സ്റ്റൈലിലേക്ക് കടക്കില്ല. അവരൊക്കെ ആ ബോഡി ടെമ്പർമെന്റ് സ്റ്റേജില് 9 സ്റ്റേജുകളും വിജയകരമായി കവർ ചെയ്താലും അവർക്ക് ആർക്കും തന്നെ ആ സോൾ ഓപ്പണിംഗ് ലെവലിലേക്ക് കടക്കാൻ പറ്റില്ല. സോൾ ഓപ്പണിംഗ് ലെവലിലാണ് ഒരാളുടെ ബോഡിക്കുള്ളിൽ ഇന്റേണൽ എനർജി ഡെവലപ്മെന്റ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇന്റേണൽ എനർജി അവര് ആദ്യമായി അനുഭവിച്ചറിയുന്നത്. അതിനെ നിയന്ത്രിക്കാനും ആ ഇന്റേണൽ എനർജി പതുക്കെ ചാനലൈസ് ചെയ്ത് ബോഡിയുടെ എല്ലാ ഭാഗത്തേക്ക് എത്തിക്കാനും അവർക്ക് കഴിയണമെങ്കിൽ അവരുടെ ബോഡിക്കുള്ളിൽ സ്പിരിച്വൽ എനർജി റിസീവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഞരമ്പുകൾ ഉണ്ടാകും. അതിനെയാണ് സ്പിരിച്വൽ റൂട്ട് എന്ന് വിളിക്കുക. അത്തരത്തിലുള്ള സ്പിരിച്വൽ റൂട്ട് നീല് ജനിച്ച സമയത്ത് നീലിന്റെ ബോഡിയിൽ കണ്ടില്ല എന്ന കാര്യം ഇപ്പോ ആ ജിയാങ് കുടുംബത്തിന്റെ ആ കാരണവർ ആലോചിക്കുന്നു. സ്പിരിച്വൽ റൂട്ട് കാണാതെ വന്നപ്പോ ദേഷ്യം വന്ന ജിയാങ് കുടുംബത്തിലെ ആളുകൾ അന്ന് നീലിനെ കൊല്ലാൻ പോയതാണ്. അന്ന് തടസ്സപ്പെട്ടതിന്റെ കാരണം ജിയാങ് റോങ് കാരണമാണ്. ജിയാങ് റോങ് അന്ന് അവളുടെ അച്ഛന്റെ കാൽ വീണ് കരഞ്ഞ് അപേക്ഷിച്ചുകൊണ്ടാണ് അന്ന് അയാൾ നീലിനെ കൊല്ലാതെ വിട്ടത്. ഒരു ഗുണവുമില്ലാത്ത ഒരു കുട്ടി ജിയാങ് കുടുംബത്തിന്റെ പേര് ഇനിമേൽ പറയരുതെന്ന് ഒരു വാണിംഗ് കൂടി അന്ന് ആ കാരണവർ മകൾക്ക് കൊടുത്തിരുന്നു. അവളത് പാലിക്കുകയും ചെയ്തു. ആ സംഭവവികാസങ്ങളൊക്കെ ഈ നിമിഷത്തിൽ ആ ജിയാങ് കുടുംബത്തിന്റെ കാരണവരുടെ മനസ്സിലൂടെ കടന്നു വരികയാണ്. അയാളുടെ മനസ്സിൽ ശരിക്കും സമ്മിശ്ര വികാരങ്ങളാണ് കടന്നു വരുന്നത്. ഈ സംഭവവികാസങ്ങൾ അങ്ങനെ പല ഭാഗത്തും പല ശൈലിയിൽ വിലയിരുത്തപ്പെടുമ്പോൾ നീല് സാവധാനം കണ്ണു തുറന്നു. അപ്പോഴേക്കും സമയം ഏകദേശം സന്ധ്യ ആകാറായി. കണ്ണു തുറന്ന നീലിന് ഒരു സംശയം. നീല് അവന്റെ ദേഹത്തും തുടർന്നു. ദേഹത്ത് ഷർട്ടില്ല. പെട്ടെന്ന് നീല് അറിയാതെ ചുറ്റും നോക്കി പോവുകയാണ്. ചുറ്റും നോക്കിയപ്പോഴാണ് നീല് ആ കാര്യം മനസ്സിലാക്കുന്നത്. അവൻ കിടക്കുന്നത് ഒരു സ്ത്രീയുടെ ബെഡ്റൂമിലാണ്. സ്ത്രീകളുടേതായ വസ്ത്രങ്ങളും മറ്റു സംവിധാനങ്ങളും ഒക്കെ ആ ബെഡ്റൂമിൽ കാണാം. അവൻ പെട്ടെന്ന് യാനിമയെ ഓർമ്മ വന്നു. താനിനി യാനിമയുടെ ബെഡ്റൂമിലാണ്. അങ്ങനെ ആലോചിച്ചതും നീ പെട്ടെന്ന് താൻ പാൻസ് ഇട്ടിട്ടുണ്ടോ നോക്കി. ഭാഗ്യം പാൻസ് ഉണ്ട്. തന്നെ യാനിമ പിടിത്തിയോ എന്ന് ഒരു ചിന്ത നീലിന്റെ മനസ്സിലേക്ക് വന്നതുകൊണ്ടാണ് നീല് പാൻസ് ഉണ്ടോ നോക്കിയത്. നീല് പാൻസ് ഉണ്ടോ നോക്കുമ്പോഴാണ് ആ മുറിയിലേക്ക് സാക്ഷാൽ യാനിമ കടന്നു വരുന്നത്. അകത്തേക്ക് കടന്നു വന്ന യാനിമയുടെ മുഖത്ത് ഒരു ചമ്മല്. പക്ഷേ അതേ സമയത്ത് അവളുടെ കൈവശം ഒരു ജോഡി ഡ്രസ്സുണ്ട്. അവള് ആ ഡ്രസ്സ് നീല് കിടക്കുന്ന കട്ടിലിന്റെ അടുത്തുള്ള ടേബിളിന്റെ മുകളിലേക്ക് വെച്ചു. നീലിന്റെ ഡ്രസ്സ് പാകമാകും. നീ എന്റെ ഷർട്ട് അഴിച്ചു. നീൽ ഇവിടെ ഒന്ന് കിടക്കുമ്പോൾ നീന്റെ ദേഹം മുഴുവൻ വേർത്ത് കുടിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ആ ഷർട്ടങ്ങ് മാറ്റിയത്. അത്രയും വിയർപ്പ് ദേഹത്ത് ഒട്ടിപ്പിടിച്ചാൽ അത് ബുദ്ധിമുട്ടാവുമെന്ന് എനിക്കറിയാം. ഞാനോ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു മറുപടി പറയാൻ നീലിന്റെ കൈവശമില്ല. തന്നെ ഡ്രസ്സ് അഴിച്ച് അങ്ങനെ യാനിമ കണ്ടത് നീലിന് ഒരു ചമ്മലായി ഫീൽ ചെയ്യാണ്. നീല് പെട്ടെന്ന് അവിടെ ഇരുന്ന ഡ്രസ്സൊക്കെ എടുത്ത് അണിഞ്ഞു. ഡ്രസ്സ് അണിഞ്ഞ നീല് യാനിമയോട് പറഞ്ഞു, യാനിമ, ഞാൻ ശരിക്കും നിന്നോട് കടപ്പെട്ടിരിക്കുകയാണ്. നിന്റെ കുടുംബത്തിനോ നിനക്കോ എപ്പോഴെങ്കിലും ഒരു ആവശ്യം ഉണ്ടായാൽ ഉറപ്പായി എന്നെ നിനക്ക് കോണ്ടാക്ട് ചെയ്യും. ഞാൻ നിന്നെ സഹായിച്ചിരിക്കും. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്
അവിടെ ആ റെസ്റ്റോറന്റിൽ വെച്ച് നീല് യാനിമയെ ആ വെടിയുണ്ടിൽ നിന്ന് രക്ഷിച്ച സമയത്ത് യാനിമ നീലിന് ഒരു ഓഫർ കൊടുത്തിരുന്നു. നീൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ഹൂ കുടുംബം നീലിനെ സഹായിക്കുമെന്ന്. അതേ ഹൂ കുടുംബത്തിലെ യാനിമയോട് നീലിത തിരിച്ച് ഓഫർ വയ്ക്കുകയാണ്. ഈ രണ്ട് ഓഫറും തമ്മിൽ ശരിക്കും ആടും ആനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നീലിന് ഹൂ കുടുംബത്തിന്റെ ഒരു സപ്പോർട്ടും വേണ്ട, അതാണ് സത്യം. പക്ഷേ യാനിമയ്ക്ക് അല്ലെങ്കിൽ ഹൂ കുടുംബത്തിന് നീലിന്റെ സപ്പോർട്ട് കിട്ടിയാൽ അത് ഒരുപാട് ഒരുപാട് ഗുണം ചെയ്യുമെന്ന് യാനിമയ്ക്ക് ഇപ്പോൾ നന്നായി അറിയാം. യാനിമ നീലിനോട് പറഞ്ഞു, മിസ്റ്റർ ഗ്രീ, താങ്കൾ അങ്ങനെ പറഞ്ഞത് തന്നെ വലിയ കാര്യം. യാനിമയുടെ സംബോധന പോലും ഇപ്പോ മാറി വരികയാണ്. നീൽ എന്നുള്ള ആ സംബോധന അവള് മിസ്റ്റർ ഗ്രീ എന്നാക്കി മാറ്റിയിരിക്കുകയാണ്. മിസ്റ്റർ ഗ്രീ എന്ന് പറയുമ്പോൾ ഒരു ബഹുമാനം ആ സംബോധനയിൽ ഉണ്ട്, കൂടെ ഒരു ഭയവും. എന്തായാലും നീല് യാനിമയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങപ്പോ ഫോണിൽ സ്റ്റീവിനെ വിളിച്ചു. ഏകദേശം ഒരു 7-8 മിനിറ്റ് കഴിയുമ്പോൾ സ്റ്റീവ് യാനിമയുടെ വസതിക്ക് മുന്നിൽ എത്താമെന്ന് നീലിനെ സ്റ്റീവ് അറിയിച്ചു. അതേസമയം നീലും യാനിമയും കൂടി ആ വീട്ടിൽ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും അവർ തമ്മിൽ സംസാരിക്കുന്നു. ഏകദേശം ഒരു 7 മിനിറ്റ് ആയപ്പോ യാനിമയോട് യാത്ര പറഞ്ഞ് നീല് യാനിമയുടെ വസതിയുടെ പുറത്തെത്തി. നീല് വസതിക്ക് പുറത്തെത്തുമ്പോ സ്റ്റീവിന്റെ വാഹനം അവിടെ കിടപ്പുണ്ട്. നീല് സ്റ്റീവിന്റെ വാഹനത്തിനടുത്തേക്ക് നടന്നു വരുമ്പോ അതിശക്തമായ പ്രഷർ നീൽ നിൽക്കുന്ന ഭാഗത്തേക്ക് വരുന്നത് നീലിന്റെ ശ്രദ്ധയപ്പെട്ടു. ശരിക്കും ആ പ്രഷർ സ്റ്റീവിനും അനുഭവപ്പെട്ടു. സ്റ്റീവ് കാറിൽ നിന്ന് ഇറങ്ങാൻ പോയതോ നീല് സ്റ്റീവിനോട് പറഞ്ഞു, സ്റ്റീവ് നീ അവിടെ ഇരുന്നാ മതി, ഞാന് ഇത് കൈകരിച്ചു പോവാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് നീല് നടന്നു പോയി. നീല് ഏകദേശം ഒരു 10-20 മീറ്റർ നടക്കുമ്പോ അവിടെ ഒരു മനുഷ്യൻ കൈകൾ പുറകിൽ കെട്ടി നീലിന് മുഖം കൊടുക്കാതെ തിരിഞ്ഞു നിൽക്കുകയാണ്. നീൽ അയാൾക്ക് ഏകദേശം ഒരു 20 സ്റ്റെപ്പ് പുറകിൽ എത്തിയതും അയാൾ നീലിനോട് പറഞ്ഞു, മിസ്റ്റർ നീൽ ഗ്രീ, നിന്നെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്തായാലും നീ ശക്തനാണെന്ന് നീ വിശ്വസിക്കുന്ന സ്ഥിതിക്ക് ഇതൊന്ന് തടുത്തേ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ ഒന്ന് തിരിഞ്ഞതും അയാളുടെ കയ്യിൽ നിന്ന് ഒരു ഡാർട്ട് അതിവേഗം നീൽ നേരെ പാഞ്ഞു വരികയാണ്. ഡാർട്ട് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ എഴുതുന്ന ഒരു ചാട്ടിൽ കൊണ്ടുള്ള സാധനം ഉണ്ട്, അതാണ് ഡാർട്ട്. ആ ഡാർട്ട് നീൽ നേരെ പാഞ്ഞു വന്നതും നീൽ പെട്ടെന്ന് ഒഴിഞ്ഞു. ഒഴിയുമ്പോഴും നീലിന്റെ അടുത്തേക്ക് ആ ഡാർട്ട് പാഞ്ഞു വരികയാണ്. നീൽ പക്ഷെ തന്റെ സർവ്വശക്തിയും എടുത്ത് ആ ഡാർട്ടിനെ ഒന്ന് പ്രതിരോധിച്ചു. ആ ഡാർട്ട് നീലിന്റെ കയ്യിൽ തട്ടിപ്പോ നീലിന്റെ കൈ മുറുകയും ചെയ്തു. ആ കാഴ്ച കണ്ടതും ആ മനുഷ്യൻ നീലിനോട് പറഞ്ഞു, കൊള്ളാം, നിനക്ക് അത്യാവശ്യം നല്ല ശക്തിയുണ്ട്. അയാൾ അങ്ങനെ പറഞ്ഞപ്പോ നീല് മുന്നോട്ടൊന്ന് കുതിച്ചു. നീല് മുന്നോട്ട് കുതിച്ചതും ആ മനുഷ്യനും മുന്നോട്ട് കുതിച്ചു. മുന്നോട്ട് കുതിച്ചെത്തിയ രണ്ടുപേരും അവരുടെ കൈ മുറുകെ ആഞ്ഞിടിക്കുകയാണ്. ഇടിയേറ്റ് രണ്ടാളുകളും പുറകോട്ട് മാറി. ആ പുറകോട്ട് മാറിയ വ്യക്തികളിൽ ഒരാള് ലിങ്ഫെങ്ങാണ്. ലിങ്ഫെങ്ങിന് അയാൾ അത്രയും പുറകോട്ട് മാറിയത് വിശ്വസിക്കാനോട്ട് പറ്റുന്നില്ല. ഏതാനും സ്റ്റെപ്പ് പുറകോട്ട് മാറിയ ലിങ്ഫെങ് നീലിനോട് പറഞ്ഞു, ഹേയ് നീൽ, നീ എന്താ ഞാൻ വിളിച്ചിട്ട് എന്നെ കാണാൻ വരാത്തത്? ഏയ് ലിങ്ഫെങ്, നിങ്ങളുമായിട്ട് എനിക്ക് വരെ ബന്ധങ്ങളൊന്നുമില്ല. അത് മാത്രമല്ല, നിങ്ങളാണ് എന്നെ കൊല്ലാനായി ആളെ വിട്ടത്. അങ്ങനെയുള്ള ഒരാളോട് അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തോട് ഞാൻ സന്ധിസംഭാഷണത്തിന് വരിക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. ഷൂമി പാലസ് അസാസിൻസിനെ നീലിനെ കൊല്ലാൻ വേണ്ടി വിട്ടതാണ്. അവരോട് നീലിനെ കൊല്ലാനായി ആവശ്യപ്പെട്ടത് ആ ക്വീൻ കുടുംബക്കാരാണ്. ക്വീൻ കുടുംബത്തിന്റെ ആ കൊട്ടേഷൻ ഏറ്റെടുത്ത് നീലിനെ കൊല്ലാനായി ആളെ വിട്ട ആ നിമിഷം മുതൽ ഷൂമി പാലസും നീലും എതിരാളികളാണ്. അതാണ് നീൽ പറയുന്നത്. നീലിന്റെ ഡയലോഗ് കേട്ടതും ലിങ് നീലിനോട് പറഞ്ഞു, നീ ഞാൻ നിന്റെ എതിരാളിയൊന്നുമല്ല, ശരിക്കും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടവുമാണ്. നീ നിനക്ക് ഞാൻ ഒരു ഓഫർ തരാം. ഞാൻ നിന്നെ വളരെ കാര്യമായി പഠിക്കുന്നുണ്ടായി. ആളുകളെ കൊല്ലാനുള്ള ഒരു മൈൻഡ് എല്ലാവർക്കും ഉണ്ടാകില്ല, നിനക്കതുണ്ട്. നീ കൊല്ലുന്നത് നിന്റെ ശത്രുക്കളെയാണെന്നുള്ളത് വ്യക്തവുമാണ്. നിനക്ക് ചേരുന്ന ജോലി അത് നൽകാൻ ഞങ്ങൾക്ക് പറ്റും. നിന്നിൽ ഒരു അസാസിൻ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇന്ന് ഈ ഹക്സിയിൽ നമ്പർ 1 അസാസിനായിട്ട് ഒരാളുണ്ട്. ഭാവിയിൽ നീ അയാൾക്ക് വെല്ലുവിളിക. അത്രയും പൊട്ടൻഷ്യൽ നിനക്കുണ്ട്. നിനക്ക് അസാസിനാകാതെ വേറെ മാർഗമില്ല. അത് കേട്ടതും നീല് അയാളോട് പറഞ്ഞു, നോക്ക്, എനിക്ക് നിങ്ങളുടെ അസാസിനൊന്നും ആകാൻ ഒരു താല്പര്യമില്ല. നീ നമുക്കൊരു കണ്ടീഷൻ ഉണ്ടാക്കിയാലും നീ അസാസിൻ ആയില്ലെങ്കിൽ ഉറപ്പായും ഷൂമി പാലസ് അസാസിൻസിനെ നിന്റെ അടുത്തേക്ക് വിട്ടുകൊണ്ടേയിരിക്കും. നിനക്കതൊരു ബുദ്ധിമുട്ടാണ്. നിനക്ക് ശക്തരായ ആളുകൾ ഒരുപാട് പേർ ഞങ്ങളുടെ ഈ ഷൂമി പാലസിൽ അസാസിൻസ് ആയിട്ടുണ്ട്. അവരാരെങ്കിലും നിന്റെ കൊട്ടേഷൻ ഏറ്റെടുത്താൽ നീ പിന്നീട് നിനക്ക് ഒരു വോയിസും ഉണ്ടാവില്ല.
നീ അവസാനിക്കും. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്, നീ ഞങ്ങളുടെ ഷൂബി പാലസിന്റെ ഭാഗമാകണം. ഇനി ഷൂബി പാലസിന്റെ ഭാഗമാകാൻ നിനക്ക് താല്പര്യമില്ലെങ്കിൽ അതിനും ഒരു കണ്ടീഷനുണ്ട്. ദാ നീ ഈ ഡാർട്ട് കണ്ടു. ഈ ഡാർട്ട് ഞാനിപ്പോ നിന്റെ നേരെ ഉപയോഗിക്കും. ഇത് പിടിച്ചെടുക്കാൻ നിനക്ക് പറ്റിയാൽ നിന്നെ ഷൂബി പാലസ് വെറുതെ വിടും. നീ പരാജയപ്പെട്ടാൽ നീ ഷൂബി പാലസിന്റെ അസാസിനായി മാറണം. വളരെ വിചിത്രമായ ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഹാൻസിയുടെ പിതാവ് ലിങ്ഫെങ് അവിടെ അവതരിപ്പിച്ചത്. അയാളുടെ കയ്യിൽ അയാൾ നേരത്തെ നീലിനെതിരെ ഉപയോഗിച്ച ആ ഡാർട്ട് യഥാർത്ഥത്തിൽ ഒരു സ്പിരിച്വൽ ഡാർട്ടാണെന്ന് നീലിന് മനസ്സിലായിട്ടുണ്ട്. ആ ചാട്ടുള്ളിൽ നിന്ന് നീല് ഒഴിഞ്ഞു മാറിയിട്ടും ആ ചാട്ടുള്ളി നീലിനെ ആക്രമിച്ചു. ആ നിമിഷത്തിൽ നീലിന് അത് മനസ്സിലായി. ആ ഡാർട്ടിന്റെ ഉള്ളിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്, അതിലൊരു ആത്മാവുണ്ട്. ആ ജീവനാണ് നീലിന്റെ പുറത്തേക്ക് അതിന്റെ അറ്റാക്ക് എത്തിച്ചത്. ഇപ്പൊ ഇതാ ആ ലിങ്ഫെങ് പറയുന്നു, അയാൾ വീണ്ടും അതേ സ്പിരിച്വൽ ഡാർട്ട് ഉപയോഗിച്ച് നീലിനെ അറ്റാക്ക് ചെയ്യൂ. ആ സ്പിരിച്വൽ ഡാർട്ടിന്റെ പ്രത്യേകത, അത് ഒരാൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ തിരിച്ചു പറന്ന് അറ്റാക്ക് ചെയ്യുന്ന ആളുടെ കയ്യിലേക്ക് മടങ്ങിയെത്തും എന്നുള്ളതാണ്. നീലിനെ അറ്റാക്ക് ചെയ്ത അതേ ഡാർട്ട് ഇപ്പോ ലിങ്ഫെങ്ങിന്റെ കൈവശം ഇരിക്കുകയാണ്. ആ ഡാർട്ട് അയാൾ ഒരിക്കൽ കൂടി നീലിന്റെ മുകളിൽ ഉപയോഗിക്കും. ആ ഡാർട്ട് പിടിച്ചെടുക്കാൻ നീലിന് പറ്റിയാൽ അയാൾ പരാജയം സമ്മതിക്കും. ലിങ്ഫെങ്ങിന്റെ ആ വിചിത്രമായ ആവശ്യം സ്വാഭാവികമായിട്ടും നീലിന്റെ ശ്രദ്ധ ഒന്ന് പിടിച്ചു പറ്റി എന്ന് പറയാം. നീല് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് ലിങ്ഫെങ്ങിനോട് പറഞ്ഞു, ഓക്കെ, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഞാൻ ആ ഡാർട്ട് പിടിച്ചെടുത്താൽ അത് ഞാൻ തിരിച്ചു തരില്ല. അത് കേട്ടപ്പോ ലിങ്ഫെങ്ങിന്റെ മുഖം ഒന്ന് വിളറി. ലിങ്ഫെങ്ങിന്റെ കയ്യിൽ ആകെ 2 സ്പിരിച്വൽ ഡാർട്ടുകളേ ഉള്ളൂ. സ്പിരിച്വൽ എനർജിയുള്ള ആ ഡാർട്ടുകൾ ഒരാളുടെ നേരെ നമ്മൾ വലിച്ച് എറിഞ്ഞാൽ ആ ആളെ ആക്രമിച്ചതിന് ശേഷം ആ ഡാർട്ട് മടങ്ങി നമ്മുടെ കയ്യിൽ തിരിച്ചെത്തും. അത്തരത്തിലുള്ള പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ഡാർട്ട് അങ്ങനെ എളുപ്പം കിട്ടുന്നതല്ല. അത് മാത്രമല്ല, അത് ശരിക്കും പവർഫുൾ ആണ്. നീല് ആ ഡാർട്ട് പിടിച്ചെടുത്ത് തിരിച്ചു കൊടുക്കില്ലെന്നാണ് ഇപ്പൊ പറയുന്നത്. ലിങ്ഫെങ് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് നീലിനോട് പറഞ്ഞു, ഓക്കെ, സമ്മതിച്ചു. ആ ഡാർട്ടിനെ പ്രതിരോധിക്കാൻ നീലിനെത്താലും കഴിയില്ലെന്ന് അയാൾക്ക് അറിയാം. നേരത്തെ അയാള് അറ്റാക്ക് ചെയ്തപ്പോൾ അയാളത് കണ്ടതാണ്. നീലും ലിങ്ഫെങ്ങും റെഡിയായി. ശരിക്കും ഈ സംഭവം നടക്കുന്നത് ഒരു ഇടവഴിയിലാണ്, വിജനമായ ഒരു ഇടവഴിയാണ്. ആ ഇടവഴിയിൽ വേറെ ആളുകളൊന്നുമില്ല. ലിങ്ഫെങ് ഒന്ന് റെഡിയായി ആ ഡാർട്ട് കയ്യിലെടുത്ത് സാവധാനം ഒന്ന് മുകളിലേക്ക് ഉയർത്തിയിട്ട് ഒരൊറ്റയേറി. ആ ഡാർട്ട് മുകളിലേക്ക് ഉയർന്ന് താഴേക്ക് ഇങ്ങനെ പാഞ്ഞു വരുമ്പോൾ ശരിക്കും ഒരു കൊടുങ്കാറ്റ് ആ ഡാർട്ടിനൊപ്പം നീലിന് നേരെ പാഞ്ഞു വരികയാണ്. ഒരു അമ്പ് പാഞ്ഞു വരുന്നത് പോലെ ആ ഡാർട്ട് നീലിന് നേരെ പാഞ്ഞു വന്നതും നീല് തന്റെ ബോഡി മുഴുവൻ ആ ട്രൂ എനർജി കൊണ്ട് ഒരു ബാരിയർ ഉണ്ടാക്കി. ഒരു ബാരിയർ നീലിന്റെ തൊട്ടു മുന്നിലും നീലുണ്ടാക്കി, ഒരു എനർജി ബാരിയർ. ആ എനർജി ബാരിയർക്ക് സ്വാഭാവികമായിട്ടും ആ ഡാർട്ടിനെ തടുക്കാൻ പറ്റും. പക്ഷെ നീലിനെ അമ്പരപ്പിച്ചുകൊണ്ട് ആ എനർജി ബാരിയറിനെ ആ ഡാർട്ട് ഒറ്റ ആക്രമണത്തിൽ വീഴ്ത്തി. ആ എനർജി ബാരിയർ ശരിക്കും കഷ്ണങ്ങളായി ചിതറിയാണെന്ന് പറയാം. നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും അത് സൃഷ്ടിച്ച നീലിന് അതിന്റെ തകർച്ച വ്യക്തമായി ബോധ്യമായി. ആ ബാരിയർ തകർത്തുകൊണ്ട് ആ അമ്പ് പോലെ വരുന്ന ചാട്ടുളി നീലിന്റെ നേരെ പാഞ്ഞു വരികയാണ്. തന്റെ നേരെ പാഞ്ഞു വരുന്ന ഡാർട്ടിന് വൻ വേഗതയാണ്. ആ വേഗതയിൽ വരുന്ന ഡാർട്ടിലേക്ക് പെട്ടെന്നാണ് നീല് 2 കൈയും കൂട്ടി അടിക്കുന്നത്. 2 കൈയും കൂട്ടിച്ചേർത്ത് നീല് ആ ഡാർട്ടിൽ ഒരു പിടുത്ത പിടിച്ചതും ആ ഡാർട്ട് ഒന്ന് കിടുങ്ങി. ശരിക്കും അത് നീലിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനായി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നുണ്ട്. പക്ഷേ നീല് 2 കൈ കൊണ്ടും ആ ഡാർട്ടിൽ അങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ പിടിച്ചതും അതിന്റെ ആ ശക്തി ശക്തമായ ഒരു ചുഴി അവിടെ ഉണ്ടാക്കി. ആ ചുഴി അവിടെ മുഴുവൻ പൊടി പറത്തുകയാണ്. നീല ആ ഡാർട്ടിനെ അങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട്. ആ ഡാർട്ടിലുണ്ടാക്കിയ ആ ശക്തമായ പ്രഷറിൽ ഒരു വൻ ചുഴി ഉണ്ടായതും നീല് നിന്ന ഭാഗത്ത് മണ്ണ് ഇളകി തെറിച്ചു തുടങ്ങി. ആ ഭാഗത്ത് ഒരു വലിയ കുഴിയാണ് പെട്ടെന്ന് രൂപം കൊള്ളുന്നത്. നീലിനെയും കൊണ്ട് ആ ഡാർട്ട് കറങ്ങിയാണെന്ന് പറയാം. നീൽ ആ ഡാർട്ടിൽ അങ്ങനെ ബലമായി പിടിച്ചിരിക്കുകയാണ്. തൽഫലമായി ആ ഡാർട്ട് ഇങ്ങനെ കറങ്ങുമ്പോൾ നീലും ഓട്ടോമാറ്റിക്കായിട്ട് കറങ്ങിയാണ്. അങ്ങനെ കറങ്ങുന്നതിന്റെ ഫലമായി ആ തറയിൽ ഒരു വലിയ കുഴി രൂപപ്പെട്ടു. പൊടി ഇങ്ങനെ മുകളിലേക്ക് അതേസമയം അടിച്ചു കയറുകയും ചെയ്യണം. ആ ചാട്ടുള്ളിൽ പിടിച്ചിരിക്കുന്ന നീലിങ്ങനെ ആ കുഴിയിൽ കറങ്ങുമ്പോൾ അവിടെ ഉയർന്ന ആ പൊടി ആ രംഗം പൂർണ്ണമായും ലിങ്ഫെങ്ങിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കുകയാണ്. ഏതാനും സെക്കൻഡിൽ കഴിഞ്ഞപ്പോൾ ആ പൊടി ഒന്ന് അടങ്ങിയപ്പോൾ ലിങ്ഫെങ് ഓടി ആ കുഴിയുടെ അടുത്തെത്തി. ആ കുഴിയുടെ അടുത്തേക്ക് ഓടുമ്പോൾ ലിങ്ഫെങ്ങിന്റെ മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥ ഉണ്ടായിരുന്നു. അയാൾ ഒരിക്കലും നീലിനെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല ആ ഡാർട്ട് നീലിനെതിരെ അയച്ചത്. അയാളുടെ മകളുടെ ജീവൻ രക്ഷിച്ചത് നീലാണ്. അക്കാര്യം ലിങ്ഫെങ്ങിന് അറിയാം. അതുകൊണ്ട് തന്നെ ലേശം ഭയത്തോടുകൂടി ഓടി ആ കുഴിയുടെ അടുത്തെത്തിയ ലിങ്ഫെങ് വളരെ രസകരമായ ഒരു കാഴ്ച കാണുകയാണ്. കയ്യിൽ ഒരു ഡാർട്ടുമായി
ആ കുഴി നിൽക്കുന്ന നീലിനെയാണ് അയാൾ കണ്ടത്. അയാൾ അമ്പരന്ന് നീലിനെ നോക്കുമ്പോൾ നീല് ഒരു ജമ്പിന് കുഴിയുടെ മുകളിലെത്തി. ആ ഡാക്ടറെ അങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് നീല് ലിങ്ഫെങ്ങിനോട് പറഞ്ഞു, അപ്പോ 2 കാര്യങ്ങൾ. ഒന്ന്, ഈ ഡാർട്ട് ഇനി എനിക്ക് സ്വന്തം. 2, ഇനി മേലാൽ ഷൂമി പരസ്യെന്ന് ആളുകളെ എന്റെ പുറകെ വിടരുത്. ലിങ്ഫെങ്ങിന് എന്തെങ്കിലും പറയാൻ കഴിയുമ്പോൾ നീല് അവിടുന്ന് നടന്നു മാറുകയും ചെയ്തു. നീല് സ്റ്റീവിന്റെ അടുത്തേക്ക് വരുമ്പോൾ സ്റ്റീവ് കാറിൽ ഇറങ്ങി പുറത്ത് നിൽക്കുകയാണ്. നീലിനെ കണ്ടതും സ്റ്റീവ് ഓടി നീലിന്റെ അടുത്തേക്ക് വന്നു. മിസ്റ്റർ ഗ്രീ, എന്തെങ്കിലും പ്രശ്നം? ഏയ്, ഒന്നുമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് നീല് സ്റ്റീവിനൊപ്പം കാറിലേക്ക് കയറി. അവരുടെ കാറ് ലിറ്റിൽ മൂൺവില്ലയിൽ മടങ്ങി എത്തുമ്പോഴേക്കും സന്ധ്യ കഴിഞ്ഞിട്ടുണ്ട്. നീല് വീടിനകത്തേക്ക് കയറി തന്റെ കൈവശമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മേശപ്പുറത്ത് വെച്ചു. നീലിപ്പോ സത്യത്തിൽ ഒരു പ്രശ്നത്തിലാണ്. ആ പ്രശ്നം ആ സോഡാണ്. നീലിന്റെ കൈവശം ഇരിക്കുന്ന ആ ഡ്രാഗൺ സ്ലെയർ സോഡ്. നേരത്തെ അത് ഒരു ബ്രോക്കൺ സോഡ് ആയിരുന്നപ്പോ നീലിന് കോട്ടിനകത്ത് അത് ഒളിപ്പിച്ചു വെക്കാൻ പറ്റുമായിരുന്നു. ഇപ്പൊ അത് വലിയൊരു വാളായിരിക്കുകയാണ്. ആ വാള് കോട്ടിനകത്ത് അങ്ങനെ വെക്കാൻ പറ്റില്ല. വാള് മറ്റാളുകൾ കയ്യിൽ കരുതും പോലെ മുതുകിൽ ഫിറ്റ് ചെയ്യാനേ പറ്റൂ. അങ്ങനെ വാള് കൊണ്ട് നടക്കുന്നത് നീലിനെ സംബന്ധിച്ചിടത്തോളം തികച്ചും അസൗകര്യമാണ്. നീല് ആ ഹെവൻലി ജസ്റ്റിസ് ഗ്രൂപ്പിന്റെ ഉടമയാണ്. ധാരാളം ബിസിനസ് മീറ്റിംഗിൽ നീലിന് പങ്കെടുക്കേണ്ടതുണ്ട്. പിന്നെ നീലിന് ഈ സിയ, സോന അങ്ങനെ കുറെ കഥാപാത്രങ്ങളുമായി ബന്ധമുണ്ട്. അവരുടെ അടുത്ത് ആ വാളുമായി പോവുകയും വരികയും ചെയ്യുന്നതും ഒരു നല്ല പ്രവണതയല്ല. അതിനും അപ്പുറത്ത് നീലൊരു ഡോക്ടറാണ്. ഡോക്ടർ എന്ന നിലയിൽ രോഗികളെ പരിശോധിക്കുമ്പോൾ വാളും കൊണ്ട് നടക്കുന്നത് ശരിയുമല്ല. എന്നാൽ അതേ സമയത്ത് ആ വാള് നീലിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു സംഭവമാണ്. എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? അങ്ങനെ ഒരു ചോദ്യം നീലിന്റെ മനസ്സിലേക്ക് വന്ന ആ നിമിഷത്തിൽ നീലിന്റെ പോക്കറ്റിൽ നിന്ന് ആ കറുത്ത കല്ല് പൊങ്ങി മുന്നിലേക്ക് വന്നു. ശരിക്കും അത് വായുവിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ്. ആ വായുവിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ആ കല്ലിനെ നീല് കണ്ട അതേ നിമിഷത്തിൽ നീല് മറ്റൊരു കാഴ്ച കൂടി കാണുകയാണ്. മേശപ്പുറത്ത് നീലെടുത്തു വെച്ച ആ വാളും ആ ഡാർട്ടും അതിവേഗതയിൽ പറന്ന് ആ കല്ലിലേക്ക് വന്നു. കല്ലിലേക്ക് അത് എത്തിയതും രണ്ടും അപ്രത്യക്ഷമായി. ആ കല്ല് ആ വാളിനെയും ആ ഡാർട്ടിനെയും വലിച്ചെടുത്തിരിക്കുകയാണ്. എന്താ ഇപ്പൊ സംഭവിച്ചത്? ആ ചോദ്യം നീലിന്റെ മനസ്സിലേക്ക് വന്നതും നീല് കണ്ണുകൾ അടച്ച് നീലിന്റെ ഡിവൈൻ സെൻസിനെ ആ സംസാര ഗ്രേവ് യാർഡിനകത്തേക്ക് കൊണ്ടുവരുമ്പോൾ നീല് രസകരമായ ഒരു കാഴ്ച കാണുകയാണ്. ആ ഡ്രാഗൺ സ്ലെയർ സോഡും ആ ഡാർട്ടും അവിടെ കിടപ്പുണ്ട്. ആ സംസാര ഗ്രേവി യാർഡിനകത്ത് അത് രണ്ടും സുരക്ഷിതമായി കിടക്കുകയാണ്. ഇതിപ്പോ എങ്ങനെ? അങ്ങനെ ഒരു ചോദ്യം നീലിന്റെ മനസ്സിലേക്ക് വന്നപ്പോൾ നീല് അറിയാതെ ചിരിച്ചു പോവുകയാണ്. കാരണം ആ സംസാര ഗ്രേവി യാർഡിനകത്ത് 100 കല്ലറകളാ ഉള്ളത്. വളരെ വിശാലമായ ഒരു ഏരിയ തന്നെ ആ ഗ്രേവി യാർഡിനകത്തുണ്ട്. അപ്പോഴാണോ അത്രയും കാര്യങ്ങൾ അതിനകത്ത് സൂക്ഷിക്കാൻ കഴിയുന്ന ആ കല്ലിന് ഈ വാളും ഡാർട്ടും ഒന്നുമല്ല. നീലിന്റെ ഉള്ളിൽ അതൊരു വല്ലാത്ത ആഹ്ലാദം ഉണ്ടാക്കുകയാണ്. നീലിന്റെ കയ്യിൽ ആ ആൽക്കമി സ്റ്റൗ കോൾഡറിനുണ്ട്. അതുപോലെ ഇഷ്ടംപോലെ മെഡിസിനൽ ഹെർബ്സും അതുപോലെ നീലുണ്ടാക്കുന്ന പിൽസും ഒക്കെ ഉണ്ട്. അതുപോലെ സിൽവർ നീഡിലുകൾ, അങ്ങനെ അനവധി ഐറ്റംസ് എപ്പോഴും നീല് കൈ കരുതും. അതേപോലെ ഒരെണ്ണമാണ് രക്ഷകൾ. പല രക്ഷകളും പെട്ടെന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന ശൈലിയിൽ നീല് ഉണ്ടാക്കി വെക്കുന്ന സ്പിരിച്വൽ ആർട്ടിഫാക്റ്റുകളാണ്. അങ്ങനെയുള്ളവയൊക്കെ ശേഖരിച്ചു വെക്കാൻ നീലിനിത അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു ശേഖരം കിട്ടിയിരിക്കുകയാണ്. എന്ത് വേണമെങ്കിലും ശേഖരിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് ആ സംസാര ഗ്രേവിയാണെന്ന് പെട്ടെന്നാണ് നീല് മനസ്സിലാക്കുന്നത്. ആ ചിന്ത നീലിന്റെ മനസ്സിലേക്ക് വരുമ്പോൾ വീടിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം നീല് കേട്ടു. നീല് പെട്ടെന്ന് തന്നെ ആ ബ്ലാക്ക് സ്റ്റോൺ പതുക്കെ അങ്ങ് മാറ്റി. വാതിൽ തുറന്ന് അകത്തേക്ക് വന്നത് സാക്ഷാൽ സോന സണ്ണാണ്. സോന വീട്ടിലേക്ക് കടന്നതും നീല് ആ ബ്ലാക്ക് സ്റ്റോൺ അങ്ങ് ഒളിപ്പിച്ചു. അല്പസമയം കഴിഞ്ഞതും നീലിനോട് കുശലാന്വേഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് സോന ഫ്രഷ് ആകാനായി അവിടെ മുറിയിലേക്ക് പോകുമ്പോഴാണ് നീലിന് ഈ യങ്ങിന്റെ കോള് വരുന്നത്. മിസ്റ്റർ ഗ്രീ, ഞാൻ ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. എന്താ ഈ യങ്? എന്തു പറ്റി? മിസ്റ്റർ ഗ്രീ, പേൾ നേഷനിലെ ഞങ്ങളുടെ ചാരന്മാർ ഒരു വാർത്ത ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ആ മാർഷൽ എംപറർ സൊസൈറ്റിയുടെ ആളുകൾ ഒരു കപ്പലിൽ നമ്മുടെ ഹക്സിലേക്ക് പുറപ്പെട്ടു എന്നുള്ള ന്യൂസാണ് അയാൾ നമുക്ക് നൽകിയിരിക്കുന്നത്. ഹക്സിലേക്ക് അവർ എന്തിനാ വരുന്നത്? മിസ്റ്റർ ഗ്രീ, അവരുടെ ടാർഗറ്റ് റിവർ സിറ്റിയാണ്. മിസ്റ്റർ ഗ്രീയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അത് കേട്ടപ്പോ നീല് ഈ യങ്ങിനോട് പറഞ്ഞു, ഓക്കെ അവർ വരട്ടെ, ഞാൻ നോക്കിക്കോളാം. മിസ്റ്റർ ഗ്രീ ശ്രദ്ധിക്കണേ, ഈ മാർഷൽ എംപറർ സൊസൈറ്റിയുടെ ആ കമാൻഡർ ബൈ അതിശക്തനാണ്. അയാൾക്ക് ഏകദേശം 1 ലക്ഷത്തോളം അനുയായികൾ ഈ പേൾ നേഷനിലുണ്ട്. അതിൽ 10,000 ആളുകളും അതിശക്തരാണ്. ആ ആളുകൾ ഉപയോഗിച്ച് അയാൾ എന്ത് ചെയ്യും? അതുകൊണ്ട് ഒരു ശ്രദ്ധ ഉറപ്പായും വേണേ. ഈ യങ് അയാൾ അറിഞ്ഞ കാര്യം അങ്ങനെ തന്നെ നീലിന് റിപ്പോർട്ട് ചെയ്തതാണ്. എന്തായാലും നീലിന് ഈ യങ്ങിനെ വലിയ ഇഷ്ടമായതുകൊണ്ട് താൻ നോക്കിക്കോളാമെന്ന് ഈ യങ്ങിനോട് നീല് പറയുകയും ചെയ്തു.
എന്നാൽ ആ ദിവസം അങ്ങ് കടന്നുപോയി. നീല് ആ സമയം മുതൽ കൾട്ടിവേഷനിലേക്ക് കടന്നു. നീലിനറിയാം താനിപ്പോ 3rd ലെവൽ പാരമ്യത്തിൽ നിൽക്കുകയാണെന്ന്. പക്ഷേ 4th കടക്കാൻ പറ്റുന്നില്ല. 3rd ബ്രേക്ക് ചെയ്ത് 4th എത്തി, 4th ബ്രേക്ക് ചെയ്ത് 5th കടന്നാൽ നീലും ആ ഫെങ് ആരോണും ഏതാണ്ട് ഒരേ ലെവലിലാവും. ഒരേ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നീലിന് ഫെങ് ആരോൺ ഒരു വിഷയമേ അല്ല. അതിനുവേണ്ടിയുള്ള ആ ബ്രേക്കിംഗ് അതാണ് നീല് ആഗ്രഹിക്കുന്നത്. പക്ഷെ നീൽ എത്ര ശ്രമിച്ചിട്ടും അങ്ങോട്ട് ബ്രേക്ക് ആവുന്നില്ല. നീലിന്റെ ബോഡിയിലേക്ക് എങ്ങനെ ഊർജ്ജം കൂടിക്കൂടി വരുന്നുണ്ട്. ആ ഊർജ്ജത്തെ നീല് തന്റെ ബോഡിയിൽ എല്ലായിടത്തും വ്യാപിപ്പിക്കുന്നുണ്ട്. നീലിന്റെ ബോഡിയിലേക്ക് ആ ഊർജ്ജം കൊണ്ടുവരുന്നത് ഇപ്പോൾ കൃത്യമായും ആ ബ്ലാക്ക് സ്റ്റോൺ ആണ്. ആ ബ്ലാക്ക് സ്റ്റോണിനകത്ത് ടൺ കണക്കിന് സ്പിരിച്വൽ എനർജി ഉണ്ട്. ആ സ്പിരിച്വൽ എനർജി ആ ബ്ലാക്ക് സ്റ്റോണിനകത്തേക്ക് വന്നത് ജിൻ കുടുംബം നീലിന് കൊടുത്ത ആ ലോക്കറ്റിൽ നിന്നാണ്. ശരിക്കും ജിൻ കുടുംബത്തിലെ ആ ജിൻസി ഇപ്പോ ഡ്രാഗൺ സോളിന്റെ ഭാഗമാണ്. സ്പിരിച്വൽ എനർജി അബ്സോർവ് ചെയ്യുന്നിടയിൽ നീലിന്റെ മനസ്സിലേക്ക് അറിയാതെ ജിൻസിക കടന്നു വരികയാണ്. ഒരു ദിവസം അതിവേഗം കടന്നുപോയി, അടുത്ത ദിവസവും കടന്നു പോവുകയാണ്. ഇനി കൃത്യം 2 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോഴാണ് നീലിന് ലീ ഷുവാന്റെ കോൾ വരുന്നത്. നീൽ, ഞാൻ താഴെയുണ്ട്, വേഗം താഴേക്ക് വാ. ലീ ഷുവാൻ അത് പറഞ്ഞതും എന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ നീല് ഉടനെ താഴെ ഇറങ്ങി. സോനയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ലീ ഷുവാന്റെ കോൾ വന്നത്. സോനയോട് താൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് വീടിന് പുറത്തേക്ക് ഇറങ്ങിയ നീല് അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന കാറ് കണ്ടു. കാറിനകത്തേക്ക് നീല് കയറുമ്പോൾ ലീ ഷുവാൻ നീലിനെ കാത്തിരിക്കുകയാണ്. അകത്തേക്ക് കയറിയപ്പോ നീല് ലീ ഷുവാന്റെ മുഖഭാവം ശ്രദ്ധിച്ചു. അയാളുടെ മുഖം ശരിക്കും വിവരണമാണ്. മിസ്റ്റർ ഗ്രീ, ഒരു വിഷയമുണ്ട്. എന്താ വിഷയം മിസ്റ്റർ ഗ്രീ? ഈ എങ്ങനെ കിട്ടുന്നില്ല? 2 ദിവസങ്ങൾക്ക് മുമ്പ് ഈ എങ്ങ് ആ കപ്പലിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി കടലിലേക്ക് ഗാർഡുകളുമായി പോയ കാര്യം ഈ എങ്ങനെ അറിയാം? പേൾ നേഷൻ എന്ന് വരുന്ന കപ്പലിൽ ആ മാർഷൽ എംപറർ സൊസൈറ്റിയുടെ ആളുകളുണ്ട്. അവരെ മോണിറ്റർ ചെയ്യാനായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ എങ്ങും ഡ്രാഗൺസ് ഉള്ള ഗാർഡുകളും ആ കപ്പലിനെ പിന്തുടരാൻ വേണ്ടി കടലിലേക്ക് പോയത്. ഈ എങ്ങനെ ഇപ്പൊ കിട്ടുന്നില്ലെന്നാണ് ലീ ഷുവാൻ പറഞ്ഞത്. അവര് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് നീലിന്റെ ഫോണിൽ ഒരു കോള്, ഒരു വീഡിയോ കോളാണ്. വീഡിയോ കോൾ വിളിക്കുന്നത് ഈ എങ്ങാണ്. പക്ഷേ ഈ എങ്ങിന്റെ മുഖം ആ വീഡിയോയിലില്ല. ഒരു ബ്ലാങ്ക് സ്ക്രീനിൽ നിന്ന് ആ കോള് വരുന്നത്. നീല് പെട്ടെന്ന് ആ കോൾ എടുത്തു. ആ കോള് കണക്ട് ആയതും മറുഭാഗത്ത് ഒരു മുഖംമൂടിധാരി പ്രത്യക്ഷപ്പെട്ടു. ആ മുഖംമൂടിധാരി നീലിനോട് പറഞ്ഞു, മിസ്റ്റർ നീൽ ഗ്രീ, നിന്നെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. നിന്നെ ഈ ശൈലിയിൽ കാണാൻ കഴിഞ്ഞത് എന്തായാലും ഒരു നല്ല കാര്യം തന്നെ. നീ ആലോചിക്കുന്നത് ഞാൻ എങ്ങനെ ഈ എങ്ങിന്റെ ഫോണിൽ നിന്ന് വിളിക്കുന്നതാവോ? ആ സംശയം ഇപ്പൊ തീർക്കാം. അങ്ങനെ പറഞ്ഞ അയാള് ആ ഫോണ് ഒന്ന് തിരിച്ചപ്പോ അവിടെ ഈ എങ്ങും അയാളുടെ കൂടെയുള്ള ബാക്കി 9 ആളുകളും തല കുത്തനെ കെട്ടിത്തൂക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന കാഴ്ച വ്യക്തമായി കാണാം. അതൊരു കപ്പലാണെന്നും വ്യക്തമാവുകയാണ്. ഈ എങ്ങനെയും കൂട്ടരെയും തടവിലാക്കിയ ആ മുഖമുടിധാരിയും അയാളുടെ കൂടെയുള്ള ആളുകളും അവരെ മർദ്ദിച്ച് അവശരാക്കി കെട്ടിത്തൂക്കിയിരിക്കുകയാണ്. ആ കാഴ്ച കണ്ട കാറിലെ ഡ്രൈവർ പോലും ശരിക്കും അലറിപ്പോവുകയാണ്. ലീ ഷുവാന്റെ ദേഹത്തൂടെ ഒരു വിറയൽ വ്യാപിക്കുകയാണ്. ആ കാഴ്ചയിലേക്ക് തന്നെ നോക്കിയ നീലിനോടായി ആ മുഖമുടിധാരി പറഞ്ഞു, ഏയ് നീൽ, നീ വലിയ സംഭവമാണെന്നൊക്കെ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിനക്ക് ഞാനൊരു അവസരം തരാം. 2 മണിക്കൂർ, അതാണ് നിനക്ക് ഞാൻ നൽകുന്ന അവസരം. 2 മണിക്കൂറിനകത്ത് നിനക്ക് ഇവരെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ നീ രക്ഷിച്ചു. അങ്ങനെ പറഞ്ഞ ആ മനുഷ്യൻ മുന്നോട്ട് നടന്ന് കെട്ടിത്തൂക്കപ്പെട്ടിരിക്കുന്ന ഈ എങ്ങിന്റെ കൈ ഒന്ന് ഖണ്ഡിച്ചു. കൈ ഒന്ന് ഖണ്ഡിച്ചതും കൈയിൽ നിന്ന് രക്തം താഴേക്ക് ഈറ്റി വീണു തുടങ്ങി. താഴേക്ക് വീഴുന്ന ആ രക്തം കൂടി നീലിനെ കാണിച്ചതിന് ശേഷം ആ മനുഷ്യൻ നീലിനോട് പറഞ്ഞു, ഈ ബോഡിയിൽ 15% രക്തം നഷ്ടപ്പെട്ടാൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന് മുകളിലേക്ക് പോയാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഹൃദയത്തിന്റെ പമ്പിങ്ങിനെ ബാധിക്കും. അത് സ്വാഭാവികമായും ബോഡിക്ക് ദോഷമാണ്. 40% രക്തം പോയി കഴിഞ്ഞാൽ പമ്പിങ്ങിനെ എന്തായാലും അത് അവതാളത്തിലാക്കും. അങ്ങനെ സംഭവിച്ചാൽ പരമാവധി 2 മണിക്കൂർ വരെ ഈ വ്യക്തിക്ക് ജീവനുണ്ടാവും. നീൽ, നിനക്ക് ഇവനെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ രക്ഷിക്കും. അങ്ങനെ പറഞ്ഞ അയാൾ ആ വീഡിയോ കട്ട് ചെയ്തു. ലീ ഷുവാനും നീലും ആ വാഹനം ഓടിക്കുന്ന ആ ഡ്രൈവറും അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു പോയ ഒരു വീഡിയോ കോളാണ് അവരിപ്പോ കണ്ടത്. നീല് ലീ ഷുവാനോട് ചോദിച്ചു, ഏയ് ലീ ഷുവാൻ, ഈ എങ്ങ് അവസാനം ഉണ്ടായിരുന്ന സ്ഥലത്ത് എത്രയും പെട്ടെന്ന് എന്നെ എത്തിക്കാൻ പറ്റൂ? നീൽ, ഉറപ്പായി എത്തിക്കാം. നീൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ലീ ഷുവാന് മനസ്സിലായില്ലെങ്കിലും ലീ ഷുവാൻ അങ്ങനെയാണ് മറുപടി പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് ലീ ഷുവാൻ വാഹനം ഓടിക്കുന്ന ആ ഡ്രൈവറോട് അവരെ ബേസിൽ എത്തിക്കാൻ ആവശ്യപ്പെട്ടു. ഡ്രാഗൺ സോളിന്റെ ജിയാൻവെൻ സിറ്റിയിലെ ബേസിലേക്ക് ആ വാഹനം പാഞ്ഞെത്തി ഏതാനും സെക്കൻഡുകൾക്കകം അവിടെ നിന്ന് ഒരു ഹെലികോപ്റ്റർ പറന്നു പോവുകയാണ്.
ആ ഹെലികോപ്റ്ററിനകത്ത് സാക്ഷാൽ നീൽഗിരിയാണുള്ളത്. നീൽഗിരിക്ക് സഹായികളായി വേറെ ആരെങ്കിലുമൊക്കെ കൂടെ വേണമെന്ന് ലീഷ്മാൻ ചോദിച്ചപ്പോൾ അവരാരും വേണ്ട എന്ന് നീൽ തീർത്തു പറഞ്ഞു. നീൽ ശരിക്കും സത്യത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ലീഷ്മാന് മനസ്സിലായിട്ടില്ല. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതും അവരുടെ ആ ഹെലികോപ്റ്റർ കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന ഡ്രാഗൺ സോളിന്റെ കപ്പലിൽ ഇറങ്ങി. ആ കപ്പല് ഏതാണ്ട് വിജനമാണെന്ന് പറയാം. ആ കപ്പലിനകത്തുണ്ടായിരുന്ന ഈ എങ്ങനെയും അതിലെ ബാക്കിയുള്ള 9 ഡ്രാഗൺ സോൾ പ്രവർത്തകരെയുമാണ് യഥാർത്ഥത്തിൽ ആ മാർഷൽ എംപറർ സൊസൈറ്റിയുടെ ആളുകൾ തട്ടിക്കൊണ്ടുപോയത്. അവർ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് അതിനകത്തുണ്ടായിരുന്ന ക്രൂ മെമ്പേഴ്സിനെ അവരൊന്നും ചെയ്തിരുന്നില്ല. ആ ക്രൂ മെമ്പേഴ്സ് ആ കപ്പലിന്റെ നിയന്ത്രണം വീണ്ടെടുത്തിട്ട് അധിക സമയം ആയിട്ടില്ല. ഡ്രാഗൺ സോളിലെ ആ പ്രവർത്തകരെ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് മാർഷൽ എംപറർ സൊസൈറ്റിയുടെ ആളുകൾ ഈ കപ്പലിലെ ക്രൂ മെമ്പേഴ്സിന്റെ കണ്ണുകൾ അടച്ചുകെട്ടി അവരെ ബോധം കെടുത്തി ഇട്ടിരിക്കുകയായിരുന്നു. ആ ക്രൂ മെമ്പേഴ്സ് എങ്ങനെയൊക്കെയോ അവരുടെ കെട്ടുകൾ അഴിച്ച് സ്വബോധത്തിലേക്ക് മടങ്ങി വന്ന് കപ്പലിന്റെ നിയന്ത്രണം വീണ്ടെടുത്തിട്ട് അധികം സമയമായിട്ടില്ല. ആ സമയത്താണ് അവിടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നത്. ഹെലികോപ്റ്റർ ഇറങ്ങിയ നീല് അവിടെയുള്ള ആ ക്രൂ മെമ്പേഴ്സിനോട് ചോദിച്ചത് ഒരു സിമ്പിൾ കാര്യമാണ്. ഈ എങ്ങ് ഉപയോഗിച്ചിരുന്ന എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ ഉണ്ടോ? വന്ന ആള് ഡ്രാഗൺ സോളിന്റെ ഹെലികോപ്റ്ററിലാണ് വന്നിരിക്കുന്ന ആള് ഒരു വലിയ സംഭവമാണെന്ന് വിളിച്ചു പറയുന്ന ആ ഹെലികോപ്റ്റർ കണ്ടതുകൊണ്ടാകാം ക്രൂ മെമ്പേഴ്സ് ഉടൻ തന്നെ ഈ എങ്ങിന്റെ ക്യാബിൻ നീല് കാണിച്ചു കൊടുത്തു. നീല് ഈ എങ്ങിന്റെ ക്യാബിനിലെത്തി. അതിനകത്ത് ഈ എങ് ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങളും ഉണ്ട്. നീല് ആ മുറിക്കകത്ത് കയറി ആ ക്യാബിനെ അടച്ചു. അതിവേഗം ആ ക്യാബിനകത്ത് നീല് ഒരു കളമുണ്ടാക്കി. ആ കളത്തിലേക്ക് ഈ എങ്ങിന്റെ സാധനങ്ങൾ എടുത്തു വെച്ച നീല് അതിവേഗം പാത്ത് കണ്ടുപിടിക്കുന്ന ആ ടെക്നിക്കിലേക്ക് തിരിഞ്ഞു. നീലിന്റെ മാസ്റ്റർ നീലിനെ പഠിപ്പിച്ച ആ പാത്ത് സെർച്ചിങ് മെക്കാനിസം ശരിക്കും നീലിന്റെ ബോഡിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നീലിന്റെ ബോഡിയിലെ ട്രൂ എനർജി വളരെ കാര്യമായി ഉപയോഗിച്ചാൽ മാത്രമേ നീലിന് ആ സെർച്ച് നടത്താൻ പറ്റൂ. എന്നാലും നീല് തന്റെ ശരീരത്തിലെ ആ ട്രൂ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഈ എങ്ങിന്റെ ആ വസ്ത്രത്തിലേക്ക് ആ ട്രൂ എനർജി കോൺസെൻട്രേറ്റ് ചെയ്തതും ആ വസ്ത്രങ്ങൾ പതുക്കെ കത്തി തുടങ്ങി. അതങ്ങനെ കത്തി പടരുമ്പോൾ ആ പ്രകാശം പെട്ടെന്ന് ഒരു സ്ക്രീൻ പോലെ ആയി മാറുകയാണ്. നീലിന്റെ കൺമുമ്പിൽ ഒരു സ്ക്രീൻ തെളിഞ്ഞു എന്ന് പറയാം. അങ്ങ് അകലെ ഒരു കപ്പൽ ഇപ്പോ നീല് കാണുകയാണ്. ആ കപ്പലിനകത്ത് തലകുത്തിനെ കെട്ടിയിട്ടിരിക്കുന്ന ഈ എങ്ങനെയും കൂട്ടരെയും നീലിന് കാണാം. നീല് ആ കപ്പലുള്ള സ്ഥലത്തിന്റെ ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ചപ്പോൾ അത് ഹക്സിയുടെ കിഴക്കൻ ദിശയിലുള്ള ഒരു ദ്വീപിന്റെ സമീപമാണെന്ന് മനസ്സിലായി. ആ കാര്യം ഉറപ്പായതും ക്യാബിൽ നിന്ന് പുറത്തേക്ക് വന്ന് നീല് ആ ദിശ ലക്ഷ്യമാക്കി കപ്പലിനെ അങ്ങോട്ടേക്ക് ചലിപ്പിക്കാനായി ക്രൂ മെമ്പേഴ്സിനോട് ആവശ്യപ്പെട്ടു. നീല് പറഞ്ഞ ദിശയിലേക്ക് അവര് കപ്പല് ഓടിച്ചു തുടങ്ങിയാണ്. ഈ സമയത്ത് നീല് കണ്ട ആ കപ്പലിനകത്ത് ആ എംപറർ മാർഷൽ സൊസൈറ്റിയിലെ ആളുകൾ വല്ലാത്ത സന്തോഷത്തിലാണ്. അവര് ആ കപ്പലിന്റെ ഡെക്കിൽ നിൽക്കുകയാണ്. നിനക്ക് തോന്നുന്നു ആ നീല് വരുമോ? അവരെങ്ങനെ വരും? അല്ലെങ്കിൽ തന്നെ നമ്മളെ കപ്പല് അവനെ കണ്ടുപിടിക്കും. നമ്മുടെ ലീഡർ അവനെ ശരിക്കും വെള്ളത്തിലാക്കിയിരിക്കുകയാണ്. അത് കേട്ടത് വേറൊരാൾ ചോദിച്ചു, അല്ല ഇനി അവൻ വല്ല ഹെലികോപ്റ്ററോ ഫൈറ്റർ ജെറ്റൊക്കെ ഉപയോഗിച്ച് നമ്മളെ ഈ കപ്പലെ കണ്ടുപിടിച്ചാൽ? അതിനൊന്നും ഒരു സാധ്യതയില്ല. അങ്ങനെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചാൽ തന്നെ ദൂരന്ന് ഹെലികോപ്റ്റർ വരുമ്പോഴേ നമ്മൾ അറിയില്ലേ. എന്തായാലും അങ്ങനെ അഥവാ വന്ന് കണ്ടെത്തിയാൽ തന്നെ 2 മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇവിടേക്ക് എത്തണമെങ്കിൽ ആദ്യം സ്ഥലം കണ്ടുപിടിക്കണ്ടേ? അത് കണ്ടുപിടിക്കാൻ എന്തായാലും ഒരു ദിവസം പിടിക്കും. അവരെ കപ്പല് കണ്ടുപിടിക്കില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. കണ്ടുപിടിച്ച് ഹെലികോപ്റ്റർ ഇവിടെ എത്തുമ്പോഴേക്കും ഈ കപ്പലിൽ അവശേഷിക്കുന്നത് ഡെഡ് ബോഡികൾ മാത്രമായിരിക്കും. നമുക്ക് ഈ കപ്പൽ ഉപേക്ഷിച്ചിട്ട് ഇവിടുന്ന് വേറെ കപ്പലിൽ പോവാലോ, കപ്പൽ അവർക്ക് കൊടുക്കാൻ കേട്ടോ. അവര് വളരെ രസമായിട്ട് ആ കാര്യങ്ങൾ അങ്ങനെ പറയുകയാണ്. അതിനിടയിൽ ഒരാൾ ചോദിച്ചു, അല്ല നമുക്കിതൊന്നും ആഘോഷിക്കണ്ടേ? എനിക്ക് ഈ ഹക്സിയുടെ ആളുകളെ കൊല്ലുമ്പോൾ കിട്ടുന്ന ഒരു ഊർജ്ജം ഉണ്ടല്ലോ, അതങ്ങോട്ട് പാഴിക്കളയാൻ വയ്യ. ഈ 10 ആളുകളെയും കൊന്നതിന്റെ ആഘോഷം ഇപ്പോ നമ്മൾ നടത്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാ നമ്മൾ നടത്തുക? പേൾ നക്ഷനിൽ നിന്ന് വരുന്ന ആ യോദ്ധാക്കൾക്ക് ഹക്സിയുടെ യോദ്ധാക്കളെ കൊല്ലുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സുഖം അത് അവരെ അങ്ങ് ബാധിച്ചു എന്ന് പറയാം. അവരുടെ ആ സംഭാഷണം അവസാനം ഒരു മധ്യമാന സദസ്സിലേക്ക് എത്തി. ആളുകൾ ഓരോരുത്തരായി അടിച്ചു ഫിറ്റായി തുടങ്ങിയാണ്. അവരുടെ ആ ലീഡർ എന്ന് പറയുന്ന നീലിനെ ഫോൺ വിളിച്ച് കക്ഷി ഒഴിച്ച് ബാക്കി എല്ലാവരും മദ്യപിക്കുന്നു എന്ന് പറയാം. മദ്യപിക്കുന്ന ആളുകളൊക്കെ ലീഡറെ ഇങ്ങനെ അടിച്ചു പൂഴ്ത്തുകയാണ്. ലീഡറെ, നിങ്ങൾ ശരിക്കൊരു സംഭവമാണ്. ആ നീലിനെ നിങ്ങൾ ശരിക്കും മൂത്രം ഒഴിപ്പിച്ചു. ലീഡറെ, അവൻ വലിയ സംഭവമാണെന്നൊക്കെ അവൻ പറയുന്നത്. പക്ഷെ എന്ത് സംഭവം? നമ്മുടെ മുന്നിൽ അവൻ ഒന്നുമല്ല. ഈ സംഭാഷണം അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. സമയം അതിവേഗം പോവുകയാണ്. ഏകദേശം 1.5 മണിക്കൂർ ആകറായി. ആ വീഡിയോ അവര് നീലിനെ കാണിച്ചിട്ട് കപ്പലിന്റെ മുകൾ തട്ടിൽ ചുറ്റുപാടും നിരീക്ഷിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ
അടിച്ച് ഫിറ്റാണെങ്കിലും അവൻ അങ്ങ് ദൂരേക്ക് നോക്കി നിൽക്കുമ്പോൾ അവൻ എന്തോ കണ്ടതുപോലെ അവനൊരു തോന്നൽ, എന്തോ കടലിന്റെ മുകളിൽ അനങ്ങുന്നത് പോലെ ഒരു തോന്നൽ. ഇനി അവരുടെ കപ്പലിന് നേരെ മറ്റൊരു കപ്പൽ വരികയാണോ? ഈ കടലിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ശരിക്കും കടലിൽ ഒരു നിശ്ചിത ദൂരത്തിനപ്പുറം നമുക്ക് കാണാൻ പറ്റില്ല. കപ്പലൊക്കെ ദൂരത്ത് വരികയാണെങ്കിൽ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ തോന്നും. അതുകൊണ്ടാണ് ആ ചെറിയ രൂപം കണ്ടപ്പോൾ അതൊരു കപ്പലാണോ എന്ന് ഒരു തോന്നൽ അവനുണ്ടായത്. പക്ഷെ അവൻ അല്പം കഴിഞ്ഞപ്പോൾ ആ കാര്യം തിരിച്ചറിയാണ്, ഏയ് അത് കപ്പലല്ല. അവൻ ആ രൂപത്തെ അങ്ങനെ സൂക്ഷിച്ച് നോക്കി നിൽക്കുമ്പോൾ ആ രൂപം അടുത്തടുത്ത് വരികയാണ്. കുറെ കൂടി ആ രൂപം അടുത്ത് വന്നപ്പോൾ അവന് വിശ്വസിക്കാനാവാത്ത ഒരു കാഴ്ച അവൻ കാണുകയാണ്. ശരിക്കും കടലിന്റെ മുകളിൽ കൂടി ഒരാള് അതിവേഗം ഓടി വരികയാണ്. കടലിന്റെ മുകളിൽ കൂടിയൊക്കെ ഓടുക എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കാനാവുന്ന ഒരു കാര്യമേ അല്ല. വെള്ളത്തിന് മുകളിൽ കൂടി എങ്ങനെ ഓടുക? അവൻ മറ്റൊരു കാഴ്ച കൂടി കാണുകയാണ്. ആ ഓടി വരുന്ന ആള് ഓടുന്നതിനിടയിൽ തിര ശരിക്കും മുകളിലേക്ക് പൊങ്ങുകയാണ്. ആ സമയത്ത് ആ തിരയുടെ മുകളിൽ കൂടി അയാളെ പാസ് ചെയ്ത് വരികയാണ്. ആ തിരയൊക്കെ മറികടന്ന് അയാൾ ഇങ്ങനെ ജമ്പ് ചെയ്ത് അങ്ങോട്ട് വരുന്ന കാഴ്ച കണ്ടതും അവൻ അലറി വിളിച്ചു. അവന്റെ ശബ്ദം കേട്ട് ബാക്കിയുള്ള ആളുകളും ഓടി വരുമ്പോൾ അവരും ആ കാഴ്ച കണ്ടു. ഒരാള് തിരകൾക്ക് മുകളിലൂടെ കടലിലൂടെ അവരുടെ കപ്പല് ലക്ഷ്യമാക്കി വരികയാണ് ഒറ്റയ്ക്ക്. അവരും പെട്ടെന്ന് അലറി വിളിച്ചതും അവരുടെ ആ ലീഡറും അവിടെ എത്തി. അയാളും ആ കാഴ്ച കണ്ടു. അവരങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ ചെറുപ്പക്കാരന്റെ രൂപം അതൊക്കെ ഇപ്പോൾ വ്യക്തമായി കാണാൻ കഴിയുന്ന അകലത്തിലേക്ക് ആ ചെറുപ്പക്കാരനെത്തി. കപ്പലിൽ നിന്ന് ഏകദേശം 50 മീറ്റർ അകലെ ആ വ്യക്തി എത്തിയതും ആ വ്യക്തിയെ അവരിൽ പലരും തിരിച്ചറിഞ്ഞു. അത് സാക്ഷാൽ നീൽ ഗിരിയാണ്. കടലിന് മുകളിൽ കൂടി ഓടി വരുന്ന നീൽഗിരിയുടെ ആ കാഴ്ച ആ കപ്പലിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളിലും വല്ലാത്തൊരു ഭയം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു കാഴ്ച അവര് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല. പെട്ടെന്ന് നീല് വേഗത കൂട്ടുകയും അടുത്ത നിമിഷം അയാൾ വെള്ളത്തിൽ നിന്ന് നേരെ പൊങ്ങി കപ്പലിന്റെ ആ ഡെക്കിലെത്തുകയും ചെയ്തു. അയാൾ എങ്ങനെ കടലിൽ നിന്ന് മുകളിലേക്ക് പൊങ്ങിയെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. അവർ നോക്കുമ്പോൾ നീലിന്റെ പുറത്തെ വെള്ളം കപ്പലിന്റെ ഡെക്കിലേക്ക് വീഴുകയാണ്. നീല് അവരെല്ലാം ഒന്ന് നോക്കിയിട്ട് മുന്നോട്ട് നടന്ന് അവിടുത്തെ ആ ഡെക്കിൽ ആഞ്ഞൊരൊറ്റ ചവിട്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുമ്പോൾ നീലിന്റെ ചവിട്ടേറ്റ് ആ ഡെക്കിലെ ആ പാളി അങ്ങ് അടർന്നു. ഡെക്കിൽ ഒരു വിള്ളൽ ഉണ്ടായിരിക്കുകയാണ്. ആ വിള്ളലിലൂടെ നീലങ്ങ് താഴേക്ക് പോയി. കണ്ടത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ആ എംപറർ മാർഷൽ സൊസൈറ്റിയിലെ ആളുകൾ. അവരെ ആരെയും തൊടുപോലും ചെയ്യാതെ നീല് ആ ഡെക്ക് ചവിട്ടിപ്പൊളിച്ച് അകത്തേക്ക് വീണിരിക്കുകയാണ്. അകത്തേക്ക് നീല് വീണപ്പോ ആദ്യം ഒരു ആഹ്ലാദമാണ് അവർക്ക് തോന്നിയെങ്കിലും പെട്ടെന്ന് അവർ മറ്റൊരു കാര്യം ആലോചിച്ചു. താഴെയാണ് ഈ എങ്ങും കൂട്ടറുമുള്ളത്. അതിനെക്കുറിച്ച് ആലോചിച്ച അവർ അതിവേഗം ആ ഡെക്കിൽ നിന്ന് താഴേക്ക് ഓടിയിറങ്ങുമ്പോൾ താഴെ ചാടി ഇറങ്ങിയിരുന്ന നീല് ഏതാനും സെക്കൻഡുകൾക്കകം ഇയങ്ങിന്റെ അടുത്തെത്തി. നീല് ഇയങ്ങിന്റെ അടുത്തെത്തുമ്പോൾ ഇയങ് തലകുത്തനെ കിടക്കുകയാണ്. അയാളുടെ കാല് മുകളിലേക്ക് കെട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള ആളുകളൊക്കെ. നീല് നിമിഷ നേരം കൊണ്ട് ഇയങ്ങിനെ കെട്ടറുത്ത് ഇയങ്ങിനെ താഴെ കിടത്തി. ഇയങ്ങിന്റെ ബോഡിയിൽ നിന്ന് രക്തം വൻതോതിൽ വാർന്നു പോയിരിക്കുകയാണ്. അവിടെ തറയിൽ ഇയങ്ങിനെ കിടത്തിയ നീല് ഇയങ്ങിന്റെ ബോഡിയിലേക്ക് തന്റെ എനർജി പതുക്കെ പതുക്കെ പകർന്നു തുടങ്ങി. ഇയങ്ങിന്റെ ബോഡിയിലേക്ക് ശക്തമായി ഊർജ്ജം കയറ്റിവിടാൻ പറ്റില്ല. അത്ര ക്ഷീണിതരാണ് ഇയങ്. ശരീരത്തിൽ നിന്ന് ഒരുപാട് രക്തമാണ് വാർന്നു പോയിരിക്കുന്നത്. അത് ആ ഇയങ്ങിനെ കെട്ടി നിന്ന സ്ഥലത്തിന് അടിയിൽ നോക്കുന്ന ആർക്ക് മനസ്സിലാവും. രക്തം തളം കെട്ടിയിരിക്കുകയാണ്. ഏകദേശം ഒരു 4 ലിറ്ററോളം രക്തമാണ് ഒരാളുടെ ബോഡിയിൽ അങ്ങനെ ഉണ്ടാവുക. ആ രക്തത്തിന്റെ നല്ലൊരു ഭാഗം താഴെ പോയിരിക്കുന്നു എന്ന് താഴത്തെ കാഴ്ച വിളിച്ചു പറയുന്നുണ്ട്. നീൽ ആദ്യം ചെയ്തത് ആ രക്തമൊഴുക്ക് നിർത്തുക എന്നുള്ളതാണ്. അതിനുശേഷം ഇയങ്ങിന്റെ ബോഡിയിലേക്ക് അത്യാവശ്യം ഊർജ്ജം കയറ്റിവിട്ട് ഇയങ്ങിനെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ഒരു പ്രക്രിയയിലേക്കാണ് നീല് കടന്നത്. നീല് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ നീലിനെ കണ്ടു. നീലിനെ അവർ ഇതിനു മുമ്പ് കണ്ടത് അവരെ ആ ബേസ് ക്യാമ്പിൽ വെച്ച് നീല് പരിശീലിപ്പിക്കുമ്പോഴാണ്. ഇതാ അവരുടെ ചീഫ് ഇൻസ്ട്രക്ടർ അവരെ രക്ഷിക്കാനായി എത്തിയിരിക്കുന്നു. നീല് ഇയങ്ങിനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തിട്ട് അതിവേഗം ഒരാളുടെ കെട്ടഴിച്ചതിന് ശേഷം അവന് മറ്റുള്ളവരെ കെട്ടഴിപ്പിക്കാനായി വിട്ടു. പെട്ടെന്ന് എല്ലാവരുടെ കെട്ടുകളും അവൻ അങ്ങനെ അഴിക്കുമ്പോൾ നീല് വീണ്ടും ഇയങ്ങിന്റെ അടുത്തേക്ക് വന്നു. ഇയങ്ങിന്റെ വായിലേക്ക് ഒരു പിൽസ് ഇതിനിടയിൽ നീല് വെച്ചിരുന്നു. ആ പിൽസ് ഇയങ്ങിന്റെ ഉള്ളിലേക്ക് പതുക്കെ നീല് തന്റെ ഇന്റർണൽ എനർജി ഉപയോഗിച്ച് ചലിപ്പിക്കുകയാണ്. ശരിക്കും ആ പിൽസ് ഇയങ്ങിന്റെ വായിലൂടെ ചലിക്കത്തക്ക ഊർജം പോലും ഇയങ്ങിന്റെ ബോഡിയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് സത്യം. നീല് വളരെ സാവധാനം ആ പിൽസിനെ ചലിപ്പിച്ച് ഇയങ്ങിന്റെ വയറിലേക്ക് എത്തിക്കുകയാണ്. ശരിക്കും ഒരു ഗൈഡഡ് സർക്കുലേഷൻ എന്ന് പറയാം. അങ്ങനെ അല്ലാതെ ആ ഗുളിക അലിയിക്കാനോ ആ ഗുളിക വയറ്റിലെത്തിക്കാനോ ഉള്ള ശേഷി ആ സമയത്ത് ഇയങ്ങിനില്ല. ഇയങ്ങിന്റെ ബോഡിക്കുള്ളിൽ ആ ഗുളിക ലയിച്ചപ്പോ പതുക്കെ ഇയങ്ങിന്റെ ബോഡിക്ക് ഒരു ഊർജം ഉണ്ടാകുന്നുണ്ട്. നീല് ഈ സമയത്തും ഇയങ്ങിന്റെ ബോഡിയിലേക്ക് തന്റെ ട്രൂ എനർജി പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഈ സമയത്താണ് അവിടേക്ക് ഡെക്കിലുണ്ടായിരുന്ന ആളുകൾ ഓടിക്കേറി വരുന്നത്. ആ ഓടിക്കേറി വന്ന ആളുകൾ ആ കാഴ്ച കണ്ടു. അവർ കെട്ടിത്തൂക്കിയിരുന്ന മുഴുവൻ ആളുകളും അവിടെ നിരന്നിപ്പുണ്ട്. ഒരാളുടെ അടുത്തായി നീൽ ഇരിക്കുകയാണ്. നീൽ അയാളെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ കാണാൻ ആഗ്രഹിച്ച കാഴ്ചയല്ല ഇപ്പൊ അവര് കാണുന്നത്. പക്ഷെ ആ കാഴ്ച കണ്ടതും ആ ടീം ലീഡർ നീലിനോട് പറഞ്ഞു, ഹേയ് നീൽ, നീ എന്തായാലും ഇവിടേക്ക് വന്നത് നന്നായി. ഞങ്ങൾക്ക് നിന്നെ കൊല്ലാൻ ഒരു ചാൻസ് എങ്ങനെ കിട്ടും എന്നതിനെ കുറിച്ച് ഒരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ ആ സംശയമൊക്കെ മാറി. നിന്റെ കൈയും കാര്യം അടിച്ചൊടിച്ച് നിന്നെ ഞങ്ങൾ ഒരു സമ്മാനമായി കമാൻഡർ ബായ്ക്ക് സമർപ്പിക്കും. ഏയ് ഫ്രണ്ട്സ്, പിടിച്ചു കെട്ടവനെ. അങ്ങനെ പറഞ്ഞതും ആ എംപറർ മാർഷൽ സൊസൈറ്റിയിലെ ആ ഗാർഡുകൾ മുന്നോട്ട് കുതിച്ചു. ശരിക്കും പവർഫുൾ ആയിട്ടുള്ള ഫൈറ്റേഴ്സ് ആണ് അവരെന്ന് മുന്നോട്ട് കുതിക്കുന്ന അവരുടെ ഓറ ശ്രദ്ധിക്കുന്ന ആർക്ക് മനസ്സിലാവും. ആയുധധാരികളായ അവരെ മുന്നോട്ട് കുതിച്ചതും നീലിന്റെ ആ ഡ്രാഗൺസ് ഉള്ള ശിഷ്യന്മാർ അവരെ തടുക്കാനായി മുന്നോട്ടൊന്ന് കുതിക്കാൻ പോയ ആ നിമിഷത്തിൽ നീൽ അവരോട് പറഞ്ഞു, ഏയ് അത് വേണ്ട, ഞാൻ നോക്കിക്കൊള്ളാം, നിങ്ങൾ ഈ എങ്ങനെ നോക്കിക്കൂ. അങ്ങനെ പറഞ്ഞിട്ട് നീല് മുന്നോട്ട് കുതിച്ചു വരുന്ന ആ ചെറുപ്പക്കാരെ നോക്കി. അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്. മാർഷൽ ആർട്ടിസ്റ്റുകൾ ആയതുകൊണ്ട് അവര് തോക്ക് കയ്യിൽ എടുത്തിട്ടില്ല എന്ന് മാത്രം. ബാക്കിയുള്ള ആയുധങ്ങളൊക്കെ അവരുടെ കൈവശമുണ്ട്. ആ ആയുധങ്ങളുമായി മുന്നോട്ട് കുതിച്ച ആദ്യത്തെ ആള് നീലിന്റെ അടുത്തെത്തിയതും അവന് ഒരു അബദ്ധം പറ്റിയതുപോലെ അവനൊരു ഫീല്. അവൻ ശരിക്കും അവന്റെ കയ്യിൽ കരുതിയിരുന്ന ആ കഠാര കൊണ്ട് നീലിനെ ആദ്യം കുത്തുകയായിരുന്നു. പക്ഷെ കുത്തി കഴിഞ്ഞപ്പോ കുത്തിയ സ്ഥലത്ത് ഒന്നുമില്ലാത്ത പോലെ ഒരു ഫീൽ അവൻ അനുഭവപ്പെട്ടു. ശൂന്യതയിലേക്കാണ് അവന്റെ കത്തി കുത്തിക്കേറിയെന്ന ഒരു തോന്നൽ അവനുണ്ടായപ്പോ അവന്റെ വലത് കൺകോണിൽ നീലിനെ കാണുകയാണ്. തൊട്ട് മുന്നിലുണ്ടാകുന്ന നീല് ഇപ്പൊ അവന് വലത് ഭാഗത്ത് നിൽക്കുകയാണ്. അവനെ തന്നെ നോക്കി നിൽക്കുന്ന നീലിനെ കൺകോണിലൂടെ കണ്ട അവൻ ഒന്ന് തിരിയാൻ ശ്രമിക്കുമ്പോൾ അവന്റെ വലത് കൈയിലെ റിസ്റ്റിൽ നീല് പിടിച്ചിരിക്കുകയാണ്. ആ റിസ്റ്റിൽ പിടിച്ച നീല് ആ കൈയൊന്ന് അനക്കിയതും അവന്റെ കയ്യിലെ കത്തി അവന്റെ തന്നെ കഴുത്തിലൂടെ അങ്ങനെ കടന്നുപോയി. ശരിക്കും ആ ചെറുപ്പക്കാരന് സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലായത് പോലുമില്ല. അവൻ ആ കത്തി കൊണ്ട് നീല ആദ്യം കുത്തിയതാണ്. പക്ഷേ അവന്റെ കൈ പിടിച്ച നീല് തിരിച്ച് ആ കത്തി കൊണ്ട് അവന്റെ കഴുത്തിറക്കുമെന്ന് അവൻ എങ്ങനെയാ കരുതുക? പക്ഷെ ഈ കാഴ്ച തൊട്ടടുത്ത് ഓടിയെത്തിയ രണ്ട് ആളുകൾ കണ്ടു. മറ്റവന് പറ്റിയ അബദ്ധം പറ്റാതിരിക്കാനായി രണ്ടുപേരും പെട്ടെന്ന് ഒന്ന് ബ്രേക്ക് ചെയ്തു. പക്ഷെ ബ്രേക്ക് ചെയ്ത ആ നിമിഷത്തിൽ നീലിന്റെ ഇടത് കാല് ഒന്ന് ഉയർന്നു പൊങ്ങി. ശരിക്കും ഒരു നർത്തകന്റെ മെയ് വഴക്കം ആ നിമിഷം മുതൽ നീൽ അവിടെ കാണിക്കുകയാണ്. നീലിന്റെ ഇടത് കാല് ഒന്ന് ഉയർന്ന് ഒന്ന് പൊങ്ങി താണുമ്പോ കൂടെ ഒരു തല കൂടി താഴ്ന്നു വരികയാണ്. നീലിന്റെ ഇടത് ഭാഗത്തുണ്ടായിരുന്ന ആളിന്റെ മുകളിലേക്ക് നീല് ചാടിക്കേറി ആ തലയിൽ തന്നെ ചവിട്ടി ആ തലയോടുകൂടി നീലും അയാൾ താഴ്ന്നു വരികയാണ്. അങ്ങനെ താഴ്ന്നു വരുമ്പോ നീലിന്റെ വലത് കൈ ആ വ്യക്തിയുടെ സമീപത്തെത്തിയ ആളുടെ തലയിൽ പിടിച്ചു കഴിഞ്ഞു. ശരിക്കും അവന്റെ തലയിൽ പിടിച്ച നീല് ഇടതുവശത്ത് ആളെ ചവിട്ടി താഴ്ത്തിനിടയിൽ ആ തലയിൽ ഒരു വലി വലിക്കുകയാണ്. നീല് താഴെ എത്തുമ്പോ നീലിന്റെ ഇടത് കാലിന്റെ അടിയിൽ ഒരു തലയും വലത് കൈയിൽ ഒരു തലയുമുണ്ട്. ആ തലയിൽ ഒരു ഉടലുണ്ടായിരുന്നു. ആ ഉടല് ഒരു ശബ്ദത്തോടെ താഴേക്ക് വീഴുകയാണ്. ആ തലയുമായി ഒന്ന് തിരിഞ്ഞ നീല് തന്റെ അടുത്തേക്ക് പാഞ്ഞെത്തിരുന്ന അടുത്ത ആളിന്റെ മുഖത്ത് തല കൊണ്ടിടിച്ചതും അതേ നിമിഷത്തിലാണ്. പെട്ടെന്ന് മുഖത്തേക്ക് ഒരു തല വന്നിടിച്ചതും ആ ചെറുപ്പക്കാരൻ പുറകോട്ട് തെറിക്കുന്ന ആ നിമിഷത്തിൽ നീല് ഒന്നുകൂടി ഒന്ന് ഉയർന്ന് കാലുയർത്തി ഒരു ഒറ്റ ചവിട്ട് ആ ചെറുപ്പക്കാരന്റെ തന്നെ നെഞ്ചിലേക്ക് നീലിന്റെ കാല് പതിക്കുമ്പോൾ അവന്റെ പുറകിലുണ്ടായിരുന്ന ആ രണ്ടാളുകളും അവനെ ഉൾപ്പെടെ പുറകോട്ട് തെറിച്ചു. നീലൊന്ന് കറങ്ങി തിരിഞ്ഞ് ഒരു ഓട്ടം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ 10 ആളുകളുടെയും ഡെഡ് ബോഡികൾ അവിടെ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. ശരിക്കും ഒരു ചലച്ചിത്രം അവിടെ ആ ചീഫ് കണ്ടിരിക്കുകയാണ്. ഒരു ചലിക്കുന്ന ചിത്രം. ഏതാനും സെക്കൻഡുകൾ നേരം മാത്രം ഉണ്ടായിരുന്ന ആ ചിത്രം അയാൾ കണ്ടു കഴിഞ്ഞപ്പോൾ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന 10 ആളുകളും ഡെഡ് ബോഡികളായി മാറിയിരിക്കുകയാണ്. ഡ്രാഗൺ സോളിലെ ആ കമാൻഡോസും ഈ കാഴ്ച കണ്ടു. അവരുടെ ചീഫ് ഇൻസ്ട്രക്ടർ എന്താണ് എന്ന് അവമരിത ലൈവായി ആദ്യമായി കാണുകയാണ്. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് അതിശക്തരായ ആ 10 പേൾ നേഷന്റെ യോദ്ധാക്കളെ ശവങ്ങളാക്കി മാറ്റിയ നീല് ഇപ്പോ ആ ചീഫ് എന്ന് പറയുന്ന ആളുടെ മുന്നിൽ നിൽക്കുകയാണ്. ആ ചീഫ് എന്ന ആള് പെട്ടെന്ന് 2 കൈ കൊണ്ടും കയ്യിലിരിക്കുന്ന വാളിലൊന്ന് പിടിച്ചു. ഹേയ്, നീ അവന്മാരെ തൊട്ടതുപോലെ എന്നെ തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആ വാളിലെങ്ങനെ പിടിക്കുമ്പോൾ നീല് പെട്ടെന്നൊന്ന് മാറി. പെട്ടെന്ന് അയാളുടെ മുന്നിൽ നിന്ന് നീല് മാറിയപ്പോൾ അയാളൊന്ന് അമ്പരന്നു. അടുത്ത നിമിഷം അയാള് ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയാണ്. അയാളുടെ ആ വാള് 2 കഷ്ണമായി ഒടിഞ്ഞിരിക്കുന്നു. എപ്പോഴാണത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അയാൾക്കൊരു പിടിയില്ല. അതേ നിമിഷത്തിൽ ഒടിഞ്ഞു വിട ആ വാൾ തരികളിൽ നീലൊന്ന് ആഞ്ഞു ചവിട്ടിയതും ആ തരികളെല്ലാം കൂടി ഉയർന്നു പോങ്ങി അവന്റെ ശരീരത്തിൽ പല ഭാഗത്തേക്കായി തറച്ചു കയറിയതും അവൻ ശരിക്കും പുറകോട്ട് തെറിച്ച് അവൻ പുറകിലുള്ള ചുവരിൽ ഏതാണ്ട് ഇടിച്ചു നിൽക്കുകയാണ്. അതൊരു വല്ലാത്ത കാഴ്ചയാണ്. കുറേയേറെ ഇരുമ്പൻ കഷ്ണങ്ങൾ
ഇപ്പോ അവന്റെ പുറത്ത് പല ഭാഗത്തായി തറച്ചു കയറിയിട്ടുണ്ട്. വേദന അതെന്താണെന്ന് അവൻ അറിയണമെന്ന് നീലിന് നിർബന്ധമുണ്ടെന്ന് വ്യക്തം. നീല് അവന്റെ അടുത്തേക്ക് സാവധാനം നടന്നു വരികയാണ്. വേദന കൊണ്ട് പൊളയുന്ന അവൻ നീലിനോട് പറഞ്ഞു, പ്ലീസ് എന്നെ ഒന്ന് കൊല്ലൂ. നിന്നെ കൊല്ലാനോ? വേദന അത് നീ അനുഭവിച്ചില്ലേ മരിക്കാവൂ. അങ്ങനെ പറഞ്ഞ നീല് അവന്റെ അടുത്തെത്തിയതും അവന്റെ വലത് കാല് ചവിട്ടിയിൽ ഒറ്റ ഒടിപ്പ്, തുടർന്ന് ഇടതുകാലം. ആ ചുവരിൽ ചാരി നിൽക്കായിരുന്ന അവന്റെ രണ്ട് കാൽമുട്ടിലെ ചിരട്ടകൾ പൊട്ടിയതും അവൻ മുട്ടടിച്ച് താഴെ വീണു. വേദന കൊണ്ട് പൊളയുന്ന അവന്റെ ഒരു കൈ പിടിച്ച് ചുവരിലേക്ക് വെച്ചിട്ട് അവന്റെ ദേഹത്ത് തറച്ചിരിക്കുന്ന ഒരു ഇരുമ്പ് കഷ്ണമെടുത്ത് നീലൊരു ഒറ്റ അടി. ആ അടി അവന്റെ ആ കൈപ്പത്തിയിലാണ്. ആ കൈപ്പത്തി ചുവരിൽ അങ്ങ് തറച്ചു കയറി. അടുത്ത കൈയെടുത്ത നീല് അടുത്ത കൈയും അതുപോലെ അടിച്ചു തറപ്പിച്ചു. ഇപ്പോ രണ്ട് കൈയിലും ആണി തറച്ച് അവൻ ആ ചുവൽ അങ്ങനെ കിടക്കുകയാണ്. അതേസമയത്ത് രണ്ട് മുട്ടിലെയും ചിരട്ട തകർന്ന് അവൻ മുട്ടിടിച്ച് നിൽക്കുകയാണ്. അവന്റെ ദേഹത്തൂടി രക്തം ഇങ്ങനെ വാർന്നിറങ്ങിയാണ്. നീല് അവന്റെ പുറത്തുനിന്ന് ഒരു ചില്ല് കൂടി ഊരിയെടുത്തു. അതിനുശേഷം ആ ഇരുമ്പൻ ചില്ല് ഉപയോഗിച്ച് നീല് അവന്റെ നെറ്റി കൂടി ഒരു വര വരച്ചു. നെറ്റി കൂടി വരച്ച് കവളി കൂടെ കൊണ്ടുവന്ന് വായി കൂടെ കൊണ്ടുവന്ന് ഒരൊറ്റ വര. ഇപ്പോ അവന്റെ മുഖത്തൂടി രക്തം ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ്. നിനക്ക് വേദന അറിയണം അല്ലേ? ആ വേദന ഞാൻ അറിയിപ്പിച്ചു തരാം. ഈ എങ്ങനെ അവൻ പെടാപ്പാടുപെടുത്തി ആ വേദന മുഴുവൻ അവൻ അനുഭവിച്ചു തന്നെ അവസാനിക്കണമെന്ന് നീലിന് ഒരു നിർബന്ധം. അങ്ങനെ അവൻ വേദന കൊണ്ട് പൊളയുമ്പോഴാണ് അവന്റെ ഫോൺ ശബ്ദിക്കുന്നത്. നീല് ആ ഫോണ് അവന്റെ കയ്യിൽ നിന്ന് എടുത്തു. ഫോണ് കണക്ട് ആയതും മറുഭാഗത്തുനിന്ന് മുഴക്കമുള്ള ഒരു ശബ്ദം കേട്ടു. എന്തായി? അതിന് മറുപടിയായി നീല് ആ ശബ്ദത്തിന്റെ ഉടമയോട് ചോദിച്ചു, ഓ താനാണല്ലേ ഈ കമാൻഡർ ബോയ്? ശബ്ദം കേട്ടതും മറുഭാഗത്തുള്ള ആള് ഒരു നിമിഷം ഞെട്ടിയെന്ന് വ്യക്തമാണ്. ഉടൻ തന്നെ അയാൾ തിരിച്ചു ചോദിച്ചു, ഹേയ് നീ നീലല്ലേ? നീൽഗിരിയല്ലേ? ആ എന്നെ മനസ്സിലായ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം നിന്നോട് പറയാം. നിന്റെ അന്ത്യം അടുത്തു. അങ്ങനെ പറഞ്ഞ് നീല് ഫോണും കട്ട് ചെയ്തു. ഈ സമയത്ത് പേൾ നാഷണലിലെ ആ എംപറർ മാർഷൽ ആർട്സ് സൊസൈറ്റിക്കകത്ത് തന്റെ ആ റൂമിൽ ആ ഫോണിലേക്ക് നോക്കി അന്തപ്പെട്ട് നിൽക്കുകയാണ് കമാൻഡർ ബോയ്. അയാളുടെ ഉള്ളിൽ ഒരു വല്ലാത്ത ഭയം. നീൽഗിരി അയാൾക്കൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ ഇപ്പോ എന്നതല്ലാത്തൊരു ഭയം അയാളുടെ ഉള്ളിലേക്ക് വരികയാണ്. നീലു ഫോൺ എടുത്ത സ്ഥിതിക്ക് അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, അയാളുടെ ആ പേൾ നാഷണലിലെ മുഴുവൻ ആളുകളും കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ആ കമാൻഡർ ബോയ് ആലോചിക്കുമ്പോൾ ഇവിടെ ഈ കപ്പലിൽ നീല് ആ ചിത്രവധം തുടരുകയാണ്. അവന്റെ ആ ചുവരിൽ തറച്ചു നിൽക്കുന്ന ആ മനുഷ്യന്റെ കഴുത്തിൽ 3-4 വരകൾ കൂടി നീലങ്ങ് വരച്ചു. ആ കഴുത്തിലൂടെ രക്തം ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ്. അങ്ങനെ ആ രക്തം ഒലിച്ചിറങ്ങുന്ന കാഴ്ചയിലേക്ക് നോക്കിയിട്ട് നീല അവനോട് പറഞ്ഞു, ഞാനും നിനക്ക് 2 മണിക്കൂർ സമയം നൽകാം. അതിനിടയിൽ നിന്നെ രക്ഷിക്കാൻ നിന്റെ ആളുകൾക്ക് പറ്റുകയാണെങ്കിൽ നീ രക്ഷപ്പെട്ടോ. അത്രയും പറഞ്ഞിട്ട് നീല് ഈയങ്ങിന്റെ അടുത്തെത്തി. ഈയങ് മാത്രമല്ല, ഈയങ്ങിന്റെ കൂടെയുള്ള ആ ബാക്കി ഡ്രാഗൺ സോളിലെ ആളുകളൊക്കെ ക്ഷീണത്തിലാണ്. നീല് ഉടൻ തന്നെ ലീഷുവാനെ വിളിച്ച് കാര്യം പറഞ്ഞു. ലീഷുവാൻ ഉടൻ തന്നെ അവിടേക്ക് ഹെലികോപ്റ്റർ അയച്ചു. ആ ഹെലികോപ്റ്ററിൽ അവരെയൊക്കെ കയറ്റുമ്പോൾ നീല് കയറിയില്ല. നീല് ആ ഹെലികോപ്റ്റർ വന്ന ആളുകളോടായി പറഞ്ഞു, ഞാന് കുറച്ച് കഴിഞ്ഞ് എത്തിക്കൊള്ളാമെന്ന് ലീഷുവാനോട് പറഞ്ഞേക്ക്. ഈ സമയത്ത് ഈയങ്ങിനെ കുറച്ച് ബോധം വന്നിട്ടുണ്ടോ? ഈയങ് നീലിനോട് പറഞ്ഞു, മിസ് ഗ്രീ പ്ലീസ് പ്ലീസ്. ഈയങ് ഇപ്പൊ അധികം സംസാരിക്കാതെ, ഞാൻ ഉറപ്പായും മടങ്ങി വരും. അതിന്റെ കാരണം നാളത്തെ എന്റെ ഫൈറ്റാണ്. ആ ഫൈറ്റ് പങ്കെടുക്കാൻ ഞാൻ മടങ്ങി എത്തില്ലേ പറ്റൂ. നാളെയാണ് ഫെങ് ആരോണും നീലും തമ്മിലുള്ള ഫൈറ്റ് നടക്കേണ്ടത്. ആ ഫൈറ്റിൽ പങ്കെടുക്കാൻ യങ് സിറ്റിയിൽ നീല് മടങ്ങി എത്തിയേ പറ്റൂ. ഈയങ് അത് കേട്ടതും നീലിനോട് പറഞ്ഞു, മിസ് ഗ്രീ നിങ്ങൾ ഉറപ്പായും ആ ഫൈറ്റിൽ പങ്കെടുക്കേണ്ടതാണ്. ഞാൻ പറയുന്നത് കേൾക്ക്, ദയവായി ഞങ്ങളോടൊപ്പം വാ. ഹേയ് ഈയങ്, ഞാൻ പറഞ്ഞല്ലോ നാളെ ഞാൻ ഫൈറ്റിന് ഉണ്ടാകുമെന്ന്. അങ്ങനെ നീല് പറഞ്ഞതും ഈയങ് നീലോട് പറഞ്ഞു, മിസ് ഗ്രീ താങ്ക് യു, നിങ്ങൾ എന്നെയും എന്റെ കൂട്ടുകാരെ രക്ഷിക്കാനായി ഇതുവരെ എത്തിയല്ലോ. അതിന് മറുപടിയായി നീല് ഈയങ്ങിനോട് പറഞ്ഞു, ഈയങ് എനിക്ക് വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ, അതിലൊരാൾ നീയാണ്. അതുകൊണ്ട് തന്നെ നിന്നെ നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. നീലത് പറഞ്ഞപ്പോ ഈയങ്ങിന്റെ കണ്ണങ്ങ് നിറഞ്ഞു. ഇവിടെ ഈയങ്ങിന് വേണ്ടി ജീവൻ കൊടുക്കാൻ പോലും നീല് തയ്യാറാണെന്ന് നീലിത പറയാതെ പറയുകയാണ്. ആ നിമിഷത്തിൽ ഈയങ്ങും കൂടെയുള്ള ആ ഡ്രാഗൺസ് ഉള്ള ആളുകളും മനസ്സിൽ ആ തീരുമാനം എടുത്തു കഴിഞ്ഞു. ജീവൻ കൊടുത്തും നീലിനൊപ്പം നിൽക്കുമെന്നുള്ള തീരുമാനമാണ് അവരെടുത്തത്. എന്തായാലും അവരെയും കൊണ്ട് ആ ഹെലികോപ്റ്റർ പോകുമ്പോൾ നീല് ആ കപ്പലിൽ തന്നെ ഉണ്ട്. ഈ സമയത്തും ആ ജീവനുള്ള ഏക കക്ഷിയുടെ ദേഹത്തൂടി രക്തം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. നീല് അയാളോട് പറഞ്ഞു, ഇനി 1.5 മണിക്കൂർ കൂടി നിനക്ക് സമയമുള്ളൂ. അതിനിടയിൽ നിന്നെ ആരെങ്കിലും രക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. അങ്ങനെ പറഞ്ഞ നീല് അവിടെ നേരെ ഡെക്കിലേക്ക് കയറി. ശരിക്കും ആ മനുഷ്യന് സംസാരിക്കാൻ പോലും ഇപ്പൊ പറ്റുന്നില്ല. അവന്റെ ബോഡി കൂടി രക്തം ഇങ്ങനെ ഒലിച്ചിറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അവൻ ചാരിയിരിക്കുന്ന
ആ സ്ഥലത്തിന് ചുറ്റുമായി രക്തം ഒരു തളം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഡെക്കിലേക്ക് എത്തിയ നീലിനെ പിന്നീട് നമ്മൾ കാണുന്നത് പേൾ നേഷനിലാണ്. പേൾ നേഷനിൽ ഈ എംപറർ മാർഷൽ ആർട്സ് സൊസൈറ്റിക്ക് സമീപത്ത് നീലിനെ കാണുമ്പോൾ ആ സൊസൈറ്റിക്ക് കാവലായിട്ട് 3 ആളുകളുണ്ട്. ആ സൊസൈറ്റിക്ക് സാധാരണഗതിയിൽ കാവലിന്റെ ആവശ്യമില്ല. അവിടേക്ക് കയറാൻ ആരും ധൈര്യം കാണിക്കില്ല. അതുകൊണ്ട് തന്നെ വളരെ അലസമായിട്ട് അവിടെ ഗാർഡിൽ നിൽക്കുമ്പോഴാണ് നീല് അവിടേക്ക് ചെല്ലുന്നത്. നീലിനെ കണ്ടതും അവരൊരാൾ ചോദിച്ചു, എന്താ എനിക്ക് അകത്തേക്ക് പോകണം, അകത്തേക്ക് പോകാനോ? അതൊന്നും പറ്റില്ല. അങ്ങനെ ആ ഗാർഡ് പറഞ്ഞതും നീല് അവന്റെ തല പിടിച്ച് ചുവരിൽ ഒറ്റ ഇടി. ബാക്കി 2 ഗാർഡുകളും തമാശയോടെ ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ഗാർഡിന്റെ തല പിടിച്ച് ആ ചെറുപ്പക്കാരൻ ചുവരിലോട്ട് ആഞ്ഞിടിക്കുന്ന അവർ കണ്ടത്. അവർ രണ്ടുപേരും തമാശയോടെ രംഗം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. അവരുടെ കൂട്ടത്തിലുള്ള ഗാർഡിന്റെ തല ചുവരിലിടിച്ച് ചിതറുകയാണ്. ആ ചിതറിയ തലയിൽ നിന്ന് മാംസവും രക്തമൊക്കെ അവരുടെ പുറത്തേക്കും തെറിച്ചു. ഞെട്ടിപ്പോയ ആ ഗാർഡുകൾ ചാടി എണീക്കുമ്പോഴേക്കും നീല് അവരുടെ അടുത്തെത്തിയിരുന്നു. അവർക്ക് വാ തുറക്കാൻ കഴിയുമ്പോൾ അവർ രണ്ടും അവസാനിച്ചു. നീല് കൈയൊന്ന് അനക്കിയതും ഒരു വിൻഡ് ബ്ലേഡ് ഒരുത്തന്റെ കഴുത്ത് ഖണ്ഡിച്ച് അടുത്തവന്റെ കഴുത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു. എന്താണ് സംഭവിച്ചെന്ന് ഒരു മനസ്സിലാകുമ്പോൾ അവര് താഴേക്ക് വീണു. നീല് ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കടന്നു. ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് നീല് കടക്കുമ്പോൾ ആരൊക്കെയോ നീലിനെ കണ്ടു. അവര് വേഗം ഓടി നീലിന് അടുത്തെത്തിയത് അബദ്ധമായി പോയെന്ന് അവർക്ക് മനസ്സിലാകുമ്പോൾ അവര് കൊല്ലപ്പെട്ടു. ശരിക്കും ഒരു താണ്ഡവം അതാണ് അവിടെ അരങ്ങേറിയത്. ഒരു 10 നില ബിൽഡിങ്ങിലാണ് നീൽ എത്തിയിരിക്കുന്നത്. നീല് താഴത്തെ നില ക്ലിയർ ആക്കി 2ാമത്തെ നിലയിലേക്ക് കടന്ന് അങ്ങനെ മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 5ാമത്തെ നിലയിൽ തന്റെ മുറിയിൽ അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കമാൻഡർ ബായിയുടെ ആ മുറിയിലേക്ക് പെട്ടെന്നാണ് ഒരാൾ ഇരച്ചു കയറിയത്. കമാൻഡർ ബായി, എന്താ കമാൻഡർ ബായി, ഒരു ആക്രമണോ? എത്ര പേര് എത്തിയത്? 25 ആണോ 50 ആണോ? 25 ആണെങ്കിൽ കുഴപ്പമില്ല, 50 ആണെങ്കിൽ പ്രശ്നമാണ്. അതൊരു 100 ആണോ? അല്ല 100 200. അങ്ങനെ കമാൻഡർ ബായി ചോദിച്ചതും ആ മനുഷ്യൻ പറഞ്ഞു, കമാൻഡർ ബായി ഒറ്റയാളെ വന്നുള്ളൂ. ഒറ്റയാളോ? അതെ കമാൻഡർ ബായി, ആ ഒരാള് നമ്മുടെ താഴെ ഉണ്ടായിരുന്ന 100 പേരെ കൊന്നു. ഒറ്റയാള് എംപറർ മാർഷൽ ആർട്സ് സൊസൈറ്റിയിലെ 100 ആളുകളെ കൊന്നു എന്നാണ് ആ മുറിയിലേക്ക് കയറിയ വ്യക്തി കമാൻഡർ ബായിയോട് പറഞ്ഞത്. ആരാധ ചെയ്തത്? അങ്ങനെ അയാൾ ചോദിക്കുമ്പോഴേക്കും ആ മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് സാക്ഷാൽ നീൽഗിരി കടക്കുകയും ചെയ്തു. നീലിനെ കണ്ടതും കമാൻഡർ ബായിയുടെ ഹൃദയം പടപട മിടിച്ചു തുടങ്ങി. ഹേയ് നീൽഗിരി, നീ എങ്ങനെ ഇവിടെ എത്തി? ഓ, നിങ്ങളാണല്ലേ കമാൻഡർ ബായി. അങ്ങനെ നീൽ ചോദിക്കുമ്പോൾ കമാൻഡർ ബായി നീലിന്റെ പുറകോട്ട് നോക്കി. പെട്ടെന്ന് അയാൾക്കൊരു ആശ്വാസം. നേരത്തെ അയാളുടെ ആ കൂട്ടാളി പറഞ്ഞ വാചകവും അയാൾക്ക് ഓർമ്മ വന്നു. നീല് ഒറ്റയ്ക്കാണ്. അയാൾ നീലിനെ ഒന്ന് സ്കാൻ ചെയ്തതും അയാൾക്ക് ആ കാര്യം മനസ്സിലായി. നീല് ഒരു 3rd ലെവൽ ട്രൂ എനർജി ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിൽ നിൽക്കുന്ന യോദ്ധാവാണ്. അയാളാണെങ്കിൽ യൂണിറ്റി ലെവലിലെ ആളാണ്. ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലെ 9 സ്റ്റേജ് കഴിഞ്ഞ് ബ്രേക്ക് ചെയ്യുന്നതാണ് യൂണിറ്റി ലെവൽ. അതിശക്തനായ യോദ്ധാവാണ് താനുമായി കമ്പയർ ചെയ്യുമ്പോൾ നീൽഗിരി ഒന്നുമല്ല. ആ ഒരു ചിന്ത കമാൻഡർ ബായിക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി. ആ കോൺഫിഡൻസ് മുന്നോട്ട് കുതിക്കാൻ അയാളെ പ്രേരിപ്പിക്കുകയും ചെയ്തു. മുന്നോട്ട് കുതിച്ച കമാൻഡർ ബായി ആദ്യൊരു അച്ചായിടി. സ്വാഭാവികമായിട്ടും മറുഭാഗത്ത് നീൽഗിരിയും അതുപോലെ ആഞ്ഞിടിച്ചു. രണ്ടുപേരുടെയും മുഷ്ടികൾ തമ്മിൽ കൂട്ടിമുട്ടിയതും നീല് ഏകദേശം 10 സ്റ്റെപ്പ് പുറകോട്ട് മാറി. കമാൻഡർ ബായി നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. ഇപ്പോ കമാൻഡർ ബായിക്കും ഒരു അതിശയമുണ്ട്. കമാൻഡർ ബായി ഒരു യൂണിറ്റി ലെവൽ യോദ്ധാവാണ്. അയാളുടെ ആ പഞ്ച് എതിരാളിയെ കൊല്ലേണ്ടതാണ്. പക്ഷേ അത് സംഭവിച്ചില്ല. അത് മനസ്സിലാക്കിയ കമാൻഡർ ബായി നീലിനോട് പറഞ്ഞു, ഓഹോ, നീ ശരിക്കും പവർഫുൾ ആണല്ലേ, എന്റെ പഞ്ച് നീ തടുത്തു, എന്നാ ഒന്നുകൂടി നോക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് കമാൻഡർ ബായി മുന്നോട്ട് കയറി പിന്നെ ആഞ്ഞൊരു ഒറ്റയിടി. നീല് ആ പഞ്ച് അതുപോലെ തന്നെ തടുക്കുകയാണ്. പക്ഷെ ഇപ്രാവശ്യം നീല് 8 സ്റ്റെപ്പ് പുറകോട്ട് മാറിയുള്ളൂ. വീണ്ടും കമാൻഡർ ബായും നീലും തമ്മിൽ ഏറ്റുമുട്ടി. നീല് പുറകോട്ട് മാറിയത് 6 സ്റ്റെപ്പാണ്. ഒരു തവണയുടെ കൂട്ടുമുട്ടിയതും നീല് പുറകോട്ട് മാറിയത് 4 സ്റ്റെപ്പ് മാത്രമാണ്. വീണ്ടും കൂട്ടിമുട്ടിയതും നീല് 2 സ്റ്റെപ്പ് മാത്രം പുറകോട്ട് മാറി. ഇപ്പോ കമാൻഡർ ബായിക്ക് വല്ലാത്തൊരു അതിശയം. കമാൻഡർ ബായി നീലിനെ സൂക്ഷിച്ചു നോക്കി. അങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ കമാൻഡർ ബായിക്ക് ഒരു സംശയം. ഇവൻ എന്നോട് ഏറ്റുമുട്ടി ബ്രേക്ക് ത്രൂ നേടാൻ ശ്രമിക്കുകയാണ്. 3rd ലെവൽ ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിൽ നിന്ന് 4th ലെവലിലേക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് അവൻ ഈ അവസരത്തെ വിനിയോഗിക്കുകയാണ്. അങ്ങനെ ഒരു കഥാപാത്രത്തെ ഇതിനു മുമ്പ് ഒരിക്കലും കമാൻഡർ ബായി പരിചയപ്പെട്ടിട്ടില്ല. അത് മനസ്സിലാക്കിയ കമാൻഡർ ബായി പെട്ടെന്ന് പുറകോട്ട് മാറിയ കമാൻഡർ ബായി അയാളുടെ ഫുൾ എനർജിയും അയാളുടെ വലത് കൈയിലേക്ക് കേന്ദ്രീകരിച്ചു. അയാള് നീലിനോട് പറഞ്ഞു, ഏയ് നീൽ, ഇതുവരെ ഞാൻ നിന്നെ പരീക്ഷിക്കായിരുന്നു. എന്റെ ഈ ഫുൾ പവർ തടയ്ക്കാൻ നിനക്ക് പറ്റുമെന്ന്
നീ ഒന്ന് നോക്ക്. ഈ സമയമായപ്പോൾ നീൽ ശരിക്കും ക്ഷീണിതനായി കഴിഞ്ഞു. കമാൻഡർ ബായി യൂണിറ്റി ലെവൽ യോദ്ധാവാണ്. അയാളുടെ ഫുൾ പവർ നേരത്തെ ഉപയോഗിച്ചിരുന്നെങ്കിൽ നീൽ പിടിച്ചിരിക്കാൻ പറ്റുമായിരുന്നില്ല. നീൽ അയാളുടെ ആ ഒരു പഞ്ച് എത്രത്തോളം പവർഫുൾ ആണെന്ന് അറിയാൻ വേണ്ടി സ്വയം ഏറ്റുവാങ്ങിയായിരുന്നു. ഇപ്പൊ ഇത് അയാൾ കയ്യിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്ന ആ ഊർജ്ജത്തിന് വല്ലാത്തൊരു പവർ ഉണ്ട്. അത് മനസ്സിലാക്കിയതും നീല് ചുവരിലേക്ക് ഒന്ന് ചാരി. അവിടെ ചാരി ഇരുന്നുകൊണ്ട് നീല് ഉറക്കെ പറഞ്ഞു, ചെംസ്ഫോർഡ് ബ്ലാക്ക് പ്ലീസ് കം. ചെംസ്ഫോർഡ് ബ്ലാക്ക് പ്ലീസ് കം എന്ന് നീല് പറഞ്ഞതും ആ സ്ഥലം ഒന്ന് കിടുങ്ങി. ചെംസ്ഫോർഡ് ബ്ലാക്ക് പ്ലീസ് കം എന്ന് നീല് പറയുന്നത് കൃത്യമായി കമാൻഡർ ബായി കേൾക്കുകയും ചെയ്തു. കമാൻഡർ ബായി അറിയാതെ ആ വാതിലിലേക്ക് നോക്കിപ്പോയി. നീല ഒറ്റയ്ക്കാണ് അവിടേക്ക് വന്നതെന്ന് നേരത്തെ കമാൻഡർ ബായിയുടെ കൂട്ടത്തിൽ ഒരാൾ ഒന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇപ്പൊ ഇതാ നീല് ഒരു പേര് വിളിച്ചു പറയുകയും പ്ലീസ് കം എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. എന്താ സംഭവം? ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു ചോദ്യം കമാൻഡർ ബായിയുടെ മനസ്സിലേക്ക് വന്നതും ആ മുറി ഒന്ന് കിടുങ്ങി. ആ മുറി മുഴുവൻ പെട്ടെന്നൊരു വല്ലാത്ത പ്രകാശം കൊണ്ട് ജ്വലിക്കുകയാണ്. അമ്പരപ്പിക്കുന്ന വേഗതയിൽ ആ പ്രകാശം അങ്ങനെ ജ്വലിച്ചതും അയാളൊരു ശബ്ദം കേട്ടു. എന്റെ അനുവാദമില്ലാതെ നീ എന്റെ ആളെ തൊടാറായോ? ആ ചോദ്യം ഉയർന്ന ദിശയിലേക്ക് കമാൻഡർ ബായിയുടെ ശ്രദ്ധ തിരിയുമ്പോൾ അയാൾ കാണുന്നത് ജ്വലിക്കുന്ന പ്രകാശത്തിനകത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ്. ആ മനുഷ്യൻ കൈയൊന്ന് അനക്കിയതും കമാൻഡർ ബായി തെറിച്ചങ്ങ് പോയി. ശരിക്കും തെറിച്ച് ചുവലിടിച്ച് താഴേക്കങ്ങ് വീഴുകയാണ്. അയാൾ ജസ്റ്റ് കൈ അനക്കിയതേ ഉള്ളൂ. ആ നിമിഷത്തിൽ തെറിച്ചുപോയ കമാൻഡർ ബായിക്ക് ഒരു കാര്യം ഉറപ്പായി. അതിശക്തനായ ഒരു യോദ്ധാവാണ് ഇതാ തന്റെ മുന്നിൽ നിൽക്കുന്നത്. നീൽ ഗ്രീക്ക് സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ട് കൊടുക്കുന്ന വ്യക്തി ഹക്സിയിലെ ആ 100 റാങ്കുകാരേക്കാൾ മെച്ചമാണ്. ഹക്സിയിലെ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ലിസ്റ്റ് എടുത്താൽ അതിൽ 30 റാങ്കുകാരനുമായി വേണമെങ്കിൽ കമാൻഡർ ബായിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഇത് അതൊന്നുമല്ല. 1ാം റാങ്കുകാരനേക്കാൾ മെച്ചം എന്ന് പറയാൻ കഴിയുന്ന ശൈലിയിലെ ഒരു കഥാപാത്രമാണ് ഇതാ തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. കമാൻഡർ ബായി പെട്ടെന്ന് 2 കൈയും ആ വ്യക്തിക്ക് നേരെ കൂപ്പി അദ്ദേഹത്തോട് പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ അറിഞ്ഞില്ല, അബദ്ധം പറ്റിയതാണ്. ഞാൻ ഒരു കാരണവശാലും അങ്ങയുടെ ആള് തുടത്തില്ലായിരുന്നു. കമാൻഡർ ബായി ആ 2 കൈയും കൂപ്പി ആ വ്യക്തിയോട് മാപ്പ് പറയുമ്പോൾ ആ വ്യക്തി നീലിന്റെ അടുത്തെത്തി അയാൾ നീലിനെ പിടിച്ചും എണീപ്പിച്ചു. നീൽ ശരിക്കും ഇടിയേറ്റ് ആ ചുവരിലേക്ക് ചേർന്നിരിക്കുകയാണല്ലോ. ചെംസ്ഫോർഡ് ബ്ലാക്ക് എന്ന ആ വ്യക്തിയെ നീല് കണ്ണുവയ്ക്കാതെ നോക്കുകയാണ്. അയാള് നീലിനെ പിടിച്ചെണീപ്പിച്ചിട്ട് കമാൻഡർ ബായി ഒന്ന് നോക്കിയിട്ട് നീലോട് ചോദിച്ചു, ഇവനെ എന്താ വേണ്ടത്? കമാൻഡർ ബായിയെ കൊല്ലണോ വേണ്ടയോ എന്നാണ് ചെംസ്ഫോർഡ് ചോദിക്കുന്നത്. ആ ചോദ്യം കേട്ടപ്പോ നീലിന്റെ ഉള്ളിൽ ഒരു ആശയം ഉദിച്ചു. നീലിന് ആളുകളെ വെറുതെ കൊല്ലുന്നത് ശരിയല്ലാന്ന് നീലിന് അറിയാം. ഈ കമാൻഡർ ബായി ഒരു യൂണിറ്റി ലെവൽ യോദ്ധാവാണ്. അത്തരത്തിലൊരാള് നീലിന്റെ കൂടെ ഉള്ളത് എന്തായാലും നല്ലതാണ്. പക്ഷെ നീലിപ്പോ ഈ ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലെ 3rd ലെവലിൽ നിൽക്കുന്നേ ഉള്ളൂ. ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലെ 3rd ലെവലിൽ നിൽക്കുന്ന നീലിനേക്കാൾ ഏകദേശം 8ഓ 10ഓ ലെവല് മുകളിലാണ് കമാൻഡർ ബായി. അത്തരത്തിലൊരാളെ നീലിന് നിയന്ത്രിക്കാൻ പറ്റില്ല. നീലിന്റെ ബ്ലഡ് ആ വ്യക്തിയുടെ ബോഡിയിലേക്ക് ഇഞ്ചക്ട് ചെയ്താൽ നീലിന്റെ ആ ബ്ലഡ് എസൻസ് ഉപയോഗിച്ച് നീലിന് ആളെ നിയന്ത്രിക്കാൻ പറ്റും. പക്ഷെ ആ ആള് നീലിനേക്കാൾ ശക്തി കുറഞ്ഞ ആളായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. ശക്തി കൂടിയ ആളെ അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റില്ല. നീല് അങ്ങനെ ആലോചിച്ചപ്പോൾ അടുത്ത് നിൽക്കുന്ന ചെംസ്ഫോർഡ് നീലിനോട് പറഞ്ഞു, നീൽ, ഒരു മാർഗമുണ്ട്. നീലിന്റെ മനസ്സ് വായിച്ചതുപോലെയാണ് അയാള് സംസാരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ ആ വ്യക്തി കമാൻഡർ ബായിക്ക് നേരെ തിരിഞ്ഞ് അയാളോട് ചോദിച്ചു, നിനക്ക് ജീവിക്കണോ അതോ മരിക്കണോ? ജീവിക്കണം. പെട്ടെന്നാണ് അയാളുടെ മറുപടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിന്റെ ബ്ലഡ് എസൻസ് പുറത്തെടുക്ക്. കേൾക്കേണ്ട താമസം അയാളുടെ വിരൽ തുമ്പിൽ നിന്ന് ഒരു തുള്ളി രക്തം അന്തരീക്ഷത്തിലേക്ക് തെറിപ്പിക്കുകയാണ്. ആ രക്തം അന്തരീക്ഷത്തിൽ അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് അയാൾ നിർത്തുകയും ചെയ്തു. ആ രക്തത്തുള്ളിലേക്ക് നോക്കിയിട്ട് ചെംസ്ഫോർഡ് കമാൻഡർ ബായിയോട് പറഞ്ഞു, ഈ രക്തത്തുള്ളി നിന്നെ നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനമായി മാറ്റാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞ ചെംസ്ഫോർഡ് നീലിന്റെ തലയിലേക്ക് കൈ തൊട്ടതും ഒരു പ്രകാശം നീലിന്റെ ബോഡിയിലേക്ക് അങ്ങ് ഇരച്ചു കയറി. അയാള് അതിനിടയിൽ ചെംസ്ഫോർഡിന്റെ ശബ്ദം നീൽ കേൾക്കുകയാണ്. നീൽ, നിന്റെ ഉള്ളിലേക്ക് ഞാനിപ്പോ ഒരു അറിവ് അയച്ചിട്ടുണ്ട്, നീ അതൊന്ന് പഠിക്കും. അതൊരു ടെക്നിക്കാണ്. ഈ ബ്ലഡ് നമ്മളെക്കാൾ ശക്തി കൂടിയ ആളുകളെ എങ്ങനെ അവരുടെ ബ്ലഡ് ഉപയോഗിച്ച് നിയന്ത്രിക്കാമെന്നുള്ള ടെക്നിക്കിന്റെ രൂപരേഖയാണ് യഥാർത്ഥത്തിൽ നീലിന് ഇപ്പോ ആ ചെംസ്ഫോർഡ് നൽകിയിരിക്കുന്നത്. നീൽ അതിവേഗം ആ ടെക്നിക്ക് അങ്ങ് പഠിച്ചു. അങ്ങനെ പഠിച്ച നീല് കൈയൊന്ന് അനക്കിയതും ആ ബ്ലഡ് നീലിന്റെ അടുത്തേക്ക് അന്തരീക്ഷത്തിലൂടെ പതുക്കെ നീങ്ങി വരികയാണ്. ഒരു സീല് പെട്ടെന്ന് കൈകൊണ്ട് നിർമ്മിച്ച നീല് ആ സീലിനകത്തേക്ക് ആ ബ്ലഡ് അങ്ങ് മാറ്റി. അടുത്ത പക്ഷത്തിൽ ആ ബ്ലഡും സീലും നീലിന്റെ ബോഡിയിലേക്ക് അങ്ങ് അപ്രത്യക്ഷമായി. നീല് ആ ബ്ലഡ് ശരിക്കും തനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ശൈലിയിൽ എത്തിയെന്ന് മനസ്സിലായതും മനസ്സുകൊണ്ട് ആ ബ്ലഡിനെ ഒന്ന് ഞെരുക്കി. നീല് മനസ്സുകൊണ്ട് ആ ബ്ലഡിനെ ഞെരുക്കിയതും അവിടെ ആ ചുവരിൽ ചാരി വീണിരിക്കുന്ന കമാൻഡർ ബായി അലറി വിളിക്കാൻ തുടങ്ങി. അത് കണ്ടതും നീലിന് കാര്യം മനസ്സിലായി. താൻ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മതി കമാൻഡർ ബായിക്ക് പരിക്കേൽക്കുമെന്നു. നീൽ പെട്ടെന്ന് ആ മനസ്സിലെ പിടുത്തം വിട്ടു. കമാൻഡർ ബായിക്ക് അപ്പോഴാണ് ഒരു ആശ്വാസമായത്.
കമാൻഡർ ബൈയോടായി നീൽ പറഞ്ഞു, ഇനി മുതൽ നീ എന്റെ സെർവന്റ് ആണ്, സമ്മതമാണോ? സമ്മതമാണ്. അങ്ങനെ അയാൾ പറഞ്ഞതും ചെംസ്ഫോർഡ് കമാൻഡർ ബൈയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു രഹസ്യ മുറി വേണമല്ലോ. ഉണ്ടോ? മുറിയുണ്ട്. അങ്ങനെ പറഞ്ഞ കമാൻഡർ ബൈ ഉടൻ തന്നെ അവരെ രണ്ടുപേരെയും അയാളെ കൾട്ടിവേഷൻ ചെയ്യാനായി ഉപയോഗിക്കുന്ന മുറിയിലേക്ക് കൊണ്ടുവന്നു. ആ മുറിയിലേക്ക് നീലിനെയും കൊണ്ട് കയറിയ ചെംസ്ഫോർഡ് ഉടൻ തന്നെ ആ വാതിലങ്ങ് അടച്ചു. അകത്തേക്ക് കയറിയ ആ നിമിഷത്തിൽ ചെംസ്ഫോർഡ് നീലിനോട് പറഞ്ഞു, നീൽ, നീ ശരിക്കും ദുർബലനാണ്. നിന്റെ ശക്തി നീ വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. നീൽ, നീ പക്ഷേ വിഷമിക്കേണ്ട കാര്യമില്ല. നീലുമായി ചെംസ്ഫോർഡ് ചേമ്പറിന്റെ ഉള്ളിലേക്ക് കയറിയതും നീല് ചെംസ്ഫോർഡ് ചോദിച്ചു, സീനിയർ, ശരിക്കും നിങ്ങളൊക്കെ ആരാണ്? നീൽ, നീ സംസാര ഗ്രേവ് യാർഡിന്റെ ഓണറാണ്, ഉടമയാണ്. നിനക്ക് പല കാര്യങ്ങളും അറിയാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നീ ഇപ്പോ ശരിക്കും ദുർബലനാണ്, ശക്തി കുറഞ്ഞവനാണ്. നിന്റെ ശക്തി കുറഞ്ഞിരിക്കുന്ന ഈ സമയത്ത് നീ പലതും അറിയാതിരിക്കുന്നതാണ് നല്ലത്. നീൽ, നിന്റെ ശക്തി വർദ്ധിക്കുമ്പോൾ നീ പല കാര്യങ്ങളും സ്വയം അറിയും. അങ്ങനെ പറഞ്ഞിട്ട് ചെംസ്ഫോർഡ് അയാളുടെ കൈ നീൽ നേരെ തിരിച്ചു. അയാളുടെ കൈയിലൂടെ ഒരു പ്രകാശം നീലിന്റെ ബോഡിയിലേക്ക് ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു അരമണിക്കൂറോളം ആ പ്രകാശത്തിന്റെ ഒഴുക്കുണ്ടായെന്ന് പറയാം. ആ ഒഴുക്ക് നിലച്ചതും ചെംസ്ഫോർഡ് നീലിനോട് പറഞ്ഞു, നീൽ, ഞാൻ എന്റെ ജീവിതം കൊണ്ട് നേടിയ എല്ലാ അറിവുകളും നിന്നിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. എനിക്കധികം സമയമില്ല. നീൽ, ഞാൻ ഉൾപ്പെടെയുള്ള ഈ 100 ആളുകളും നിന്നെ വിശ്വസിക്കുകയാണ്. നീൽ, നിനക്ക് പറ്റും. അങ്ങനെ ചെംസ്ഫോർഡ് പറഞ്ഞതും നീൽ വീണ്ടും ചോദിച്ചു, സീനിയർ, ശരിക്കും നിങ്ങൾ എങ്ങനെയാ ഇവിടെ തടവിലാക്കപ്പെട്ടത്? നീൽ, ഞാൻ പറഞ്ഞല്ലോ, നിനക്ക് ഇപ്പോ അതറിയാനുള്ള ശക്തി ആയിട്ടില്ല. നീ അറിയും. നീ അറിയുമെന്ന് മാത്രമല്ല, നീ ഞങ്ങളുടെയൊക്കെ മോചകരെ ആകുകയും ചെയ്യും. ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ചെംസ്ഫോർഡ് നീലിനെ ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് നീലോടായി പറഞ്ഞു, നീൽ, എനിക്ക് ഈ ഭൂമിയിൽ ശിഷ്യന്മാരാരുമില്ല. നിനക്ക് എന്നെ നിന്റെ മാസ്റ്ററായി കണ്ടൂടെ? അത് കേട്ടത് നീല് പറഞ്ഞു, ഉറപ്പായും മാസ്റ്റർ, ഉറപ്പായും. മാസ്റ്റർ എന്ന് നീല് ചെംസ്ഫോർഡിനെ വിളിച്ചതും ചെംസ്ഫോർഡിന് ഒരുപാട് സന്തോഷമായി. ചെംസ്ഫോർഡ് നീൽ നോക്കി നിൽക്കേ ശരിക്കും പ്രകാശമായി അങ്ങ് മാറി. ആ പ്രകാശം ഒരു വലയം പോലെ ഉണ്ടായി സാവധാനം നീലിന്റെ ബോഡിയിൽ അങ്ങ് ലയിച്ച് ചേരുകയും ചെയ്തു. അതിശക്തരായ യോദ്ധാക്കളാണ് ആ സംസ്ഥാന ഗ്രേവ് യാർഡിന് അകത്തുള്ളത്. പക്ഷെ അവർക്ക് കുറച്ച് സമയം മാത്രമേ നീലിനോടൊപ്പം ചെലവഴിക്കാൻ പറ്റുന്നുള്ളൂ. അതാണ് ഇപ്പോഴത്തെ വിഷയം. നീല് അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാൻ നിൽക്കാതെ അവിടെ ചമ്രം പണിഞ്ഞിരുന്ന് കൾട്ടിവേഷൻ ആരംഭിച്ചു. നീലിന്റെ ബോഡിയിൽ ഇപ്പൊ ഇഷ്ടംപോലെ ഊർജ്ജമുണ്ട്. ചെംസ്ഫോർഡ് വഴി നീലിലേക്ക് എത്തിയ അറിവുകളും ഊർജവും എല്ലാം നീലിന്റെ ഉള്ളിൽ ഇങ്ങനെ തിളക്കുകയാണ്. ആ ഊർജത്തെ നീല് ചാനലൈസ് ചെയ്യുമ്പോൾ നീലിന്റെ പോക്കറ്റിൽ നിന്ന് ആ സംസാര ഗ്രേവ് യാർഡ് അടങ്ങിയ ആ ബ്ലാക്ക് സ്റ്റോൺ പുറത്തേക്ക് ചാടി. അതിൽ നിന്ന് ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജി നീലിനെ അങ്ങ് വലയം ചെയ്യുകയാണ്. അവിടെ ആ സ്പിരിച്വൽ എനർജി അബ്സോർവ് ചെയ്ത് ആ സ്പിരിച്വൽ എനർജി ശരീരം മുഴുവൻ വ്യാപിപ്പിക്കുന്ന നീല് കൾട്ടിവേഷന്റെ ആ 3rd ലെവലിന്റെ ബ്രേക്കിംഗിലേക്ക് കടന്നു. നീല് ആ കൾട്ടിവേഷനിൽ അങ്ങനെ മുഴുകിയിരിക്കുകയാണ്. സമയം അതിവേഗം അങ്ങനെ കടന്നു പോവുകയാണ്. രാത്രി എപ്പോഴോ നീല് 3rd ലെവലിൽ നിന്ന് 4th ലെവലിലേക്കും 4th നിന്ന് 5th ലേക്കും ബ്രേക്ക് ചെയ്തു. നേരം പുലർന്നപ്പോ നീല് ശരിക്കും 5th ലെവലിന്റെ പാരമ്യത്തിൽ എത്തിയതായി നീല് മനസ്സിലായി. ഒന്നുകൂടി ശ്രമിച്ചാൽ 5th ലെവല് നീലിന് ബ്രേക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അപ്പോഴാണ് നീല് ആ കാര്യം ആലോചിക്കുന്നത്. ഇന്നാണ് ഫെങ് ആരോടുമായിട്ടുള്ള നീലിന്റെ ആ ഫൈറ്റ്. ആ കാര്യം മനസ്സിലേക്ക് വന്നതും നീല് വാതിൽ തുറന്ന് പുറത്തിറങ്ങി. വാതിലിന് പുറത്ത് സാക്ഷാൽ കമാൻഡർ ബായി കാത്തു നിൽക്കുകയാണ്. നീലിനെ കണ്ടതും കമാൻഡർ ബായി 2 കൈ കൊണ്ടും നീലിനെ തൊഴുതു. നീല് കമാൻഡർ ബായിയോട് പറഞ്ഞു, നമ്മൾ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് റിവർ സിറ്റിയിലേക്ക് പോവുകയാണ്. എനിക്ക് ഉടനെ ഒരു പ്ലെയിൻ അറേഞ്ച് ചെയ്യണം. ഇന്ന് മുതൽ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവും. നിങ്ങളുടെ പേര് ഞാൻ മാറ്റുകയാണ്. ഈ നിമിഷം മുതൽ നിങ്ങളുടെ പേര് രാക്ഷസ എന്നാണ്. അങ്ങനെ നീല് പറഞ്ഞതും കമാൻഡർ ബായി സമ്മതിച്ചു. രാക്ഷസെങ്കി രാക്ഷസ. നീലിനെ എതിർത്താൽ ആ നിമിഷം താൻ കൊല്ലപ്പെടുമെന്നുള്ള കാര്യം രാക്ഷസിക്ക് അറിയാം. രാക്ഷസ് എന്ന കമാൻഡർ ബായി അങ്ങനെ പറയുമ്പോഴും അയാളുടെ കണ്ണുകൾ അകത്തെ മുറിയിലാണ്. ആ മുറിയുടെ വാതിൽ അടച്ചിരിക്കുകയായിരുന്നു. ആ മുറിക്കകത്ത് ആ ശക്തനായ യോദ്ധാവ് കയറിപ്പോയതാണ്. പക്ഷെ പുറത്തു വരുന്നില്ല. ഇനി ആ മനുഷ്യൻ താൻ കാണാതെ അപ്രത്യക്ഷനായോ? അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ അയാൾ ആലോചിക്കുമ്പോഴേക്കും നീൽ അയാളുടെ പറഞ്ഞു, പ്ലെയിൻ റെഡിയാക്ക്. അതിവേഗം പ്ലെയിൻ റെഡിയാക്കപ്പെട്ടു. അവരെ രണ്ടുപേരും വഹിച്ചുള്ള ആ പ്ലെയിൻ നേരെ ജിയാങ് സിറ്റിയിലേക്ക് പറക്കുകയാണ്. ജിയാങ് സിറ്റിയിൽ അന്നാണ് ഫെങ് ആരോണും നീലും തമ്മിലുള്ള ഫൈറ്റ് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിരിക്കുന്നത്. കഥയുടെ ഈ ഭാഗം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ നീൽ ഗിരിയുടെ കഥ ദ യങ് മാസ്റ്റർ എന്ന കഥയിലൂടെ നിങ്ങളോട് പറഞ്ഞത് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.